1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-4 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 Corinthians chapter 15 verses 3 and 4 ശബ്ദമുയർത്തി ഒരുമിച്ച് വായിച്ചാട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്ത് എഴുന്നേറ്റു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ദൈവത്തോളം പ്രാധാന്യമുള്ളതായ ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം. ദൈവത്തിൻ്റെ വചനം പാലാണ്, ദൈവത്തിൻ്റെ വചനം തേനാണ്, ദൈവത്തിൻ്റെ വചനം അപ്പമാണ്, ദൈവത്തിൻ്റെ വചനം കട്ടിയായ ആഹാരമാണ്, ദൈവത്തിൻ്റെ വചനം തീയാണ്, ദൈവത്തിൻ്റെ വചനം ചുറ്റികയാണ്, ദൈവത്തിൻ്റെ വചനം വാളാണ് എന്നിങ്ങനെ 12 ഉപമാനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. മണ്ണിൽ നിൽക്കുന്ന മരം വളരുന്നത് പോലെ വചനത്തിൽ നിൽക്കുന്ന സഭയാണ് ദൈവകൃപയാൽ വളരുന്നത്. ഹല്ലേലൂയ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. എത്രയോ പതിറ്റാണ്ടുകളായി അതേ സ്തോത്രം ഒരു വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കുന്നത് പോലെ, ഷവറിൻ കീഴിൽ നിൽക്കുകയല്ല, അത് മറ്റു സഭകളായിരിക്കാം, ഷവറിൻ്റെ കീഴിലല്ല, പകരം വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കുന്നത് പോലെ ഈ പുൽപ്പിറ്റിൽ നിന്ന് ഉയരുന്നതായ ദൈവശബ്ദത്തിന് കീഴിലായിരിക്കുവാൻ, പ്രാപിപ്പാൻ, തഴയ്ക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ആരും മിണ്ടുന്നില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാരാണ്ട് പറഞ്ഞത് ഞാൻ അറിയാതെ ഓർത്തുപോയി. സ്തോത്രം. ഈ ശബ്ദത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പിന്നെയും ദൈവം ബലപ്പെടുത്തട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം കർത്താവ് യേശു ക്രിസ്തു അതേ മരിച്ചു, അടക്കപ്പെട്ടു, തീർന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഓരോ ദിവസത്തെ ശുശ്രൂഷയിലും ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും കർത്താവായ യേശു ക്രിസ്തു ദൈവവചനത്തെ ഫുൾഫിൽ ചെയ്ത് ജീവിക്കുകയുണ്ടായി. തിരുവെഴുത്തുകൾ പ്രവാചകന്മാർ അരുളി ചെയ്തതാണ്. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതേ 20-21 വാക്യങ്ങൾ മനുഷ്യൻ്റെ സ്വന്തം വ്യാഖ്യാനത്താൽ ഉളവായതല്ല, പകരം പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ നിയോഗത്താൽ സംസാരിച്ച ദൈവത്തിൻ്റെ തിരുവചനം. ആ വചനമനുസരിച്ച് യേശു ജനിച്ചു, വളർന്നു, ശുശ്രൂഷിച്ചു. സ്തോത്രം. അവൻ ജീവിച്ചത് തിരുവചന പ്രകാരമായതുകൊണ്ട്, അവൻ മരിച്ചതും തിരുവചന പ്രകാരമായിരുന്നു, അവൻ അടക്കം ചെയ്യപ്പെട്ടതും തിരുവചന പ്രകാരമായിരുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റതും ദൈവത്തിൻ്റെ തിരുവചന പ്രകാരമാണ്. അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എത്ര യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി എന്നതല്ല. നിങ്ങളങ്ങനെ ഇരുന്നാൽ മതി, ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് പാസ്പോർട്ടിൽ എത്ര ലൈവ് വിസ ഉണ്ട് എന്നതല്ല. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എത്ര ഫാൻസിനെ തന്നിലേക്ക് ആകർഷിച്ചു എന്നതല്ല. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എത്ര നീളവും വീതിയുമുള്ള ക്രൗഡിൻ്റെ മുൻപിൽ പ്രസംഗിച്ചു എന്നതല്ല. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എത്ര കോൺഫറൻസിനെ, കൺവെൻഷനെ നിറഞ്ഞു നിന്നു എന്നതല്ല. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എത്രത്തോളം ഈ വചനം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റി എന്നുള്ളതാണ്. യെസ്, എത്രത്തോളം ദൈവവചനം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റുവാൻ കഴിഞ്ഞു. നാട്ടുകാർക്ക് വേണ്ടി പ്രസംഗിച്ചു എന്നല്ല, സ്വന്തം ജീവിതത്തിൽ എത്രത്തോളം ദൈവവചനം സ്തോത്രം നിറവേറ്റുവാൻ തക്കണം കഴിഞ്ഞു. അതാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ്. മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരും മിശിഹായെക്കുറിച്ച് അതേ പ്രവചിക്കുകയുണ്ടായി. എന്നാൽ നാം ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. യെശയ്യാവ് മിശിഹായെക്കുറിച്ച് പാടിയ 4 ഗാനങ്ങളുണ്ട്, 4 പാട്ടുകളുണ്ട്. എല്ലാം പറയാൻ എനിക്ക് നേരമില്ല. 4 ഗാനങ്ങളിൽ അവസാനത്തെ ഗാനമാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. മിക്കവാറും എല്ലാ പ്രവാചകന്മാരും പാട്ടുകാരായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പറയുകയായിരുന്നു, അതേ സ്വർഗത്തിൻ്റെ മഹത്വത്തിൻ്റെ തലം ശക്തമായി ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കായി തുറക്കപ്പെട്ടിട്ട് ദൈവമഹത്വം ശക്തമായി വ്യാപരിച്ചാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഡെയിലികൾ പുതിയ പാട്ടുകൾ നിങ്ങളിൽ നിന്ന് ഈ പട്ടണത്തിൽ ഉയരുവാൻ ഇടയായി തീരും. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. മാതാപിതാക്കൾ അതേ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം അതേ ഒന്നല്ല പല മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ദൈവം പാട്ടുകാരൻ തന്നെയാണ്, അത് വേറൊരു വിഷയം. സ്തോത്രം. അതേ യെശയ്യാ പ്രവചനം 53 അധ്യായത്തിന് തൊട്ട് മുമ്പ് കിടക്കുന്ന 52-ാം അധ്യായത്തിന് 3 വാക്യങ്ങൾ തുടങ്ങി 5 സ്റ്റാൻസയുള്ളതായ ഗാനമായിരുന്നു യെശയ്യാ പ്രവാചകൻ സ്തോത്രം മെശിഹായുടെ കഷ്ടാനുഭവം സംബന്ധിച്ച് പാടിയത്. യെശയ്യാവിൻ്റെ പ്രവചനത്തെ അതേ സ്തോത്രം വളരെ
തുറിച്ചുനോട്ടത്തെയാണ് യഹൂദ റബിമാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടത്. കാരണം സ്തോത്രം, ഈ യെശയ്യാവ് ചില കാര്യം പറഞ്ഞപ്പോൾ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണ്, വളരെ കൃത്യമായി പറയുകയാണ്. യെശയ്യാവിൻ്റെ കാലത്തല്ല ആ പ്രവചനം നിറവേറിയത്, പക്ഷേ ചില സംഭവങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിറവേറിയപ്പോൾ അവർ പറഞ്ഞു, ചേടാ, യവൻ 700 വർഷങ്ങൾക്ക് മുമ്പ്, മെസ്സിഹായ്ക്ക് 700 അല്ലാതെ, അതായത് ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവൻ ഇത്ര കൃത്യമായി പറയുമോ? അവൻ്റെ കൃത്യത കൊണ്ട് ആൾക്കാർ തുറിച്ചു നോക്കി, ഇത് അറിഞ്ഞു വച്ചിട്ടല്ലേ പറയുന്നത് എന്നർത്ഥത്തിൽ. ഉദാഹരണമായി യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ച കോരേശ് എന്ന് പറയുന്നവൻ ജനിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പായി യെശയ്യാവ് അവൻ്റെ പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോരേശിനെ കുറിച്ച്, സൈറസിനെ കുറിച്ച് സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് സ്തോത്രം, യഹൂദാ ജനത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരു രാജാവാകുന്നതായ കോരേശ് കടന്നു വരുന്നു എന്ന് കോരേശിൻ്റെ സ്തോത്രം സാഹചര്യത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, സൈന്യബലത്തെക്കുറിച്ച്, സ്തോത്രം പൊളിറ്റിക്കൽ സ്ട്രെങ്തിനെ കുറിച്ച് തീർന്നില്ല, അവൻ്റെ പേരിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞപ്പോൾ യഹൂദാ റബിമാർ പറഞ്ഞു, ഇങ്ങനെയും പ്രവചിക്കുമോ? ഇങ്ങനെയും സ്തോത്രം അതെ കൃത്യമായി ദൂത് പറവാൻ കഴിയുമോ? സോ അത്ര വളരെ കൃത്യമായി ദൂത് അഥവാ പ്രൊഫറ്റിക് മെസ്സേജ്, പ്രവചന ദൂത് കൈകാര്യം ചെയ്തവനായിരുന്നു ഈ അതെ പ്രവാചകനാകുന്ന യെശയ്യാവ്. ആ ദൂത് പറയുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ആരിലോ കൃത്യത വളരെ വ്യക്തമായി വെളിപ്പെടുവാൻ പോകുകയാണ്. കൃത്യത, ഊഹാപോഹമല്ല, പകരം കൃത്യത. എല്ലാവരും പറഞ്ഞാട്ടെ, കൃത്യത. സോ വളരെ കൃത്യമായി പ്രവചിച്ച ഒരു പ്രവാചകനായിരുന്നു യെശയ്യാവ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ തന്നെ ഇറ്റ്സ് എ പ്രൊഫസി ഓഫ് ഡബിൾ കൺഫർമേഷൻ, ഇരട്ടിയായി അത് സ്തോത്രം നിറവേറുന്ന ഒരു പ്രവചനമാണ്. ഒരിക്കൽ കൂടെ, ഇരട്ടിയായി അത് നിറവേറുന്നതായ പ്രവചനമാണ്. ഹേ ബ്രദർ സുരേഷ് ബാബു, എന്താ ഇരട്ടിയായി നിറവേറുക എന്ന് പറഞ്ഞാൽ? ഒന്ന് നിറവേറി കഴിഞ്ഞു, ഇനി നിറവേറുവാൻ പോകുന്നു. ഒന്ന് നിറവേറി കഴിഞ്ഞു, ഇനി നിറവേറുവാൻ വേണ്ടി പോകുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഒന്ന് നിറവേറി, കാലസമ്പൂർണതയിൽ സ്ത്രീകൾ ജനിച്ചവനായി യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ലിറ്ററലി ലൈൻ ബൈ ലൈനായി, വേർഡ് ബൈ വേർഡായി ദൈവകൃപയാൽ കർത്താവായ യേശു ക്രിസ്തു അത് നിറവേറ്റുകയുണ്ടായി. മീനിങ്, കൽവരി ക്രൂശിന്മേൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അനുസരിച്ച് യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ടു. സോ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു അക്ഷരീകമായി തന്നെ സ്തോത്രം അതേ ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ടു. ഏത് തിരുവചനം അനുസരിച്ച്? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം എന്ന തിരുവചനം അനുസരിച്ച്. അത് മാത്രമാണോ? നോ. പല തിരുവചനങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മെയിൻലി ആൻഡ് മേജർലി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. സോ അത് നിറവേറി എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഇനി വീണ്ടും ഈ പ്രവചനം നിറവേറുവാൻ പോകുന്നു. ഒന്ന് നിറവേറുവാൻ പോകുന്നു. എപ്പോഴാണത് നിറവേറുന്നത്? ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം, ഈ സർവീസിന്റെ ആരംഭം പോലെയല്ല ഇതിന്റെ അവസാനം. നമ്മൾ പണിയുകയാണ്. ആമേൻ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം, നിറവേറുവാൻ പോകുന്നു. അതെ, ഈ വൺ ഓഫ് ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങളിൽ കാഹളം ധുനിക്കും, സഭ എടുത്തുകൊള്ളപ്പെടും. അത് കഴിയുമ്പോഴേക്കും സ്തോത്രം എതിർ ക്രിസ്തു കടന്നു വന്ന് 7 വർഷക്കാലം ഈ ലോകത്ത് മുഴുവൻ കുട്ടിച്ചോറായി അവൻ ഭരിക്കും. പ്രത്യേകിച്ച് ആ 7 വർഷത്തിൻ്റെ അവസാനത്തെ 3.5 വർഷം എന്തെങ്കിലും വിശദമായ വിവരം അറിയണമെങ്കിൽ അവിടെ ചോദിച്ചാട്ടെ. സ്തോത്രം. സോ ആ 7 വർഷത്തിൻ്റെ രണ്ടാമത്തെ 3.5 വർഷം വളരെ വേസ്റ്റ് ആയിരിക്കും. ആ അവസാന 3.5 വർഷം വേസ്റ്റ് ആയിരിക്കും. തിരിച്ചു പറയട്ടെ, നിന്റെ അവസാനം ഒത്തിരി ബെസ്റ്റ് ആകുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ അവസാന നാളുകൾ വേസ്റ്റ് ആയിരിക്കും. അർത്ഥം, യേശു ഇല്ലാത്തവന്റെ ലൈഫ് അവസാനം വേസ്റ്റ് ആകുമ്പോൾ യേശു ഉള്ളവന്റെ ലൈഫിന്റെ അവസാനം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. സോ ആ 3.5 വർഷക്കാലം സ്തോത്രം അതെ യഹൂദന്റെ കഷ്ടകാലം അല്ലെങ്കിൽ യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് യിരെമ്യാവ് 30:15 പറയുന്നത്. യാക്കോബിന്റെ കഷ്ടകാലം. കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. യാക്കോബിന്റെ കഷ്ടകാലം. സ്തോത്രം. നിനക്ക് കഷ്ടകാലം ഇല്ല. നോ. രാഗുവും കേതുവും കൂട്ടിമുട്ടുന്നു, ഇതാ വ്യാഴം ഉദിച്ചിരിക്കുന്നു എന്നൊക്കെ ആരൊക്കെ പറഞ്ഞാലും നിനക്ക് കഷ്ടകാലം ഇല്ല. സ്തോത്രം. അതെ, കുറച്ച് കഴിയട്ടെ, രാഗുകാലം കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, രാഗു എന്ന് പറഞ്ഞാൽ പാമ്പ്. ആ പാമ്പിന്റെ തലിക തകർത്തവൻ നിന്റെ ഉള്ളിലുണ്ട്, നിന്റെ കൂടെയുണ്ട്.
അതുകൊണ്ട് നിന്റെ കഷ്ടകാലം ഇന്നത്തോടെ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ ജീവിക്കുന്നത് നല്ല കാലമാണ്. യേശു ഉണ്ടെങ്കിൽ ജീവിതത്തിന് നല്ല കാലമാണ് ഉള്ളത്. എന്നാൽ യാക്കോബിന് ഒരു കഷ്ടകാലമുണ്ട്. എന്തിനു വേണ്ടി? അവൻ ദൈവകൃപയിലേക്ക് വരണം. അവൻ മെശിഹായെ അക്സെപ്റ്റ് ചെയ്യണം. യേശു കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ കൃത്യമായി വീണ്ടും പറയും ഇന്ന് രാത്രി. സ്തോത്രം. വിടുതൽ എന്ന് പറയുന്നത് യേശുവിലൂടെയാണ്. വിടുതൽ എന്ന് പറയുന്നത്, രക്ഷയെന്ന് പറയുന്നത് യേശുവിലൂടെയാണ്. അത് യഹൂദനാകട്ടെ, ജാതിയാകട്ടെ, അത് പെന്തക്കോസ്റ്റ് ആകട്ടെ, അത് കരിസ്മാറ്റിക് ആകട്ടെ, അത് യാക്കോബയാകട്ടെ, അത് കാത്തലിക് ആകട്ടെ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം പറ, യേശുവിൻ്റെ നാമം മാത്രമാണ്. നിന്റെ വീട്ടിൽ പോകാൻ പല വഴി കാണും, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. Hallelujah. Those who call upon the name of the Lord, they shall be saved. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. സോ യഹൂദനാകട്ടെ, അബ്രഹാമിൻ്റെ സ്തോത്രം സന്താനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. പക്ഷെ അവൻ രക്ഷപ്പെടുന്നത് മെസ്സിയാകുന്ന യേശുവിനെ വിളിച്ചിട്ടാണ്. അതിൻ്റെ വഴി സ്തോത്രം ദൈവം തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കേൾക്കണമേ. മെശിഹ അല്ലെങ്കിൽ യേശു കർത്താവ് കടന്നു വന്ന സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം മഹാപീഡയുടെ അവസാന നാളുകൾ യാക്കോബിന്റെ കഷ്ടകാലമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സ്തോത്രം 60 ലക്ഷം യഹൂദന്മാരെ ആ യുദ്ധത്തിന്റെ മറവിൽ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു എന്ന്. എവിടെയൊക്കെയാണോ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്, ആ യുദ്ധങ്ങളുടെ മറവുകളിൽ പല തിരിമറികൾ നടക്കാറുണ്ട്. ഇന്ത്യയെ ദൈവം സംരക്ഷിക്കട്ടെ. എല്ലാ ഇന്ത്യക്കാർ മാത്രം ആമേൻ പറഞ്ഞേ. യെസ്. ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ മറയുടെ കീഴിൽ 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. കണക്കുകൾ അനുസരിച്ച് 1/3 യഹൂദന്മാർ ഹിറ്റ്ലറിന്റെ നാളിൽ കൊല്ലപ്പെട്ടു. 1/3 യഹൂദന്മാർ ഹിറ്റ്ലറിന്റെ നാളിൽ കൊല്ലപ്പെട്ടു. എന്നാൽ വരുവാൻ പോകുന്നതായ കാലത്ത്, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് സ്തോത്രം 2/3 യഹൂദന്മാർ കൊല്ലപ്പെടുവാൻ പോകുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, 2/3 യഹൂദന്മാർ കൊല്ലപ്പെടുവാൻ വേണ്ടി പോകുന്നു. അന്ന് ലോകത്തിലുള്ളതായ സകല പ്രധാന സൈന്യങ്ങൾ, അത് ടർക്കിയുടെ ആയിരിക്കാം, റഷ്യയുടെ ആയിരിക്കാം, അറബ് ലീഗുകളുടെ, അറബ് രാജ്യങ്ങളുടേതായിരിക്കാം, സകലതും യഹോശാഫാത്ത് താഴ്വരയിലേക്ക് ഗോഗ് മാഗോഗ് യുദ്ധമായി അവരിതാ കൂടി വരും. അത് കൂടി വരുമ്പോൾ പ്രിയ നഗരം വിട്ടിട്ട് ഇന്നത്തെ പെട്ര എന്നറിയപ്പെടുന്ന സ്ഥാനത്തേക്ക് സ്തോത്രം, അതെ ജോർദാന്റെ ഭാഗത്തേക്ക് പ്രിയ നഗരത്തെ വിട്ടിട്ട് സ്തോത്രം യഹൂദൻ ഓടിപ്പോകും. CNN, BBC, ABC, NBC, ഏഷ്യാനെറ്റ്, MMTV, ചാനൽ 24, റിപ്പോർട്ടർ, നിങ്ങൾ പറഞ്ഞാട്ടെ, ബാക്കിയുള്ള ചാനൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ആ സൈന്യത്തെ കാണിച്ച് ചിതറിപ്പോയതായ ഓടിപ്പോയ യഹൂദനെയും കാണിച്ചിട്ട് പറയും, ഇനി യഹൂദൻ ഇല്ല, ഇനി യഹൂദൻ ഇല്ല. നാളെ രാവിലെ ആകുമ്പോൾ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഈ യഹൂദൻ ഇതാ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ഐൻസ്റ്റീൻ യഹൂദനായിരുന്നു. ഒരുപാട് വലിയ വലിയ ആൾക്കാർ യഹൂദരായിരുന്നു. പക്ഷേ സ്തോത്രം, ആ യഹൂദൻ ഇനിയില്ല, ദൈവജനം ഇനിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നീ ഇല്ലെന്ന് ഒത്തിരി പേർ പറഞ്ഞതാണ്, ഞാൻ ഇനി കാണത്തില്ലെന്ന് ഒത്തിരി പേർ ആഗ്രഹിച്ചതാണ്. പക്ഷെ വളരെ താഴ്മയോടെ പറയട്ടെ, എത്രത്തോളം നിന്നെ വെട്ടപ്പെട്ട ഒരു മരമായാലും, ഒരിക്കൽ കൂടെ, വെട്ടപ്പെട്ട മരമായി നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ മണം കിട്ടിയാൽ, വെള്ളത്തിന്റെ ഗന്ധം കിട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, ഹേ വെട്ടപ്പെട്ട മരമേ, വെട്ടപ്പെട്ട മരമേ, കർത്താവ് അനുവദിച്ച അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിന്റെ സ്ഥിതി ഇതുപോലെ ആയിരിക്കത്തില്ല. നീ പൊട്ടിക്കിളിർത്തിരിക്കും. ഇനി യഹൂദൻ ഇല്ല എന്ന് സകല ചാനലും പറയുകയാണ്. ഇനി അവനില്ല. സ്തോത്രം. അവൻ തീർന്നു, അവൻ തകർന്നു, അവൻ അവസാനിച്ചു. ആയിരക്കണക്കിന് TV റിപ്പോർട്ടേഴ്സ് അന്ന് യഹോശാഫാത്ത് താഴ്വരയിൽ ഇതാ TV ക്യാമറയിലൂടെ ഈ സഹോദരൻ നോക്കുന്നത് പോലെ, ആ സഹോദരി നോക്കുന്നത് പോലെ ക്യാമറകൾ കണ്ണുകളിലൂടെ അവരിതാ യഹൂദൻ ഇല്ല, ഇതാ യഹൂദം തീരുന്നു എന്ന് പറഞ്ഞ്, അതെ യഹൂദന്റെ നാശം ഇതാ ചിത്രീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ക്യാമറക്കാരൻ, നിങ്ങൾ നോക്കി, ഒരു ക്യാമറക്കാരൻ കണ്ടു, ഇതാ സ്തോത്രം, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ, തെക്ക് നിന്ന് വടക്ക് വരെ ഒരു മിന്നൽ പുറപ്പെടുന്നത് പോലെ ഒരു മനോഹര വസ്തു മാനത്ത് നിന്ന് ഇതാ ഇറങ്ങി വരികയാണ്. ഇതാരാ വരുന്നേ, എന്താ വരുന്നേ? എതിർ ക്രിസ്തുവിന്റെ വല്ല ആയുധമാണോ? പെട്ടെന്ന് അവർ നോക്കുമ്പോൾ സ്തോത്രം, ഇതാ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അവന്റെ തുടയിൽ ഒരു നാമം എഴുതിയിട്ടുണ്ട്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അപ്പുറത്തെ സൂമിൽ കിടക്കുന്ന ഉണക്ക
കുതിരയല്ല. ഒരിക്കൽ കൂടെ, അപ്പുറത്തെ മൃഗശാലയിൽ കിടക്കുന്ന ഉണക്ക കുതിരയുടെ പുറത്തല്ല, സ്വർഗീയ വെളുത്ത കുതിര പുറത്ത് അവനിതാ കടന്നു വരികയാണ്. അവൻ കടന്നു വരുമ്പോൾ അന്ന് മാനസാന്തരമായി മിശിഹായേ വരണമേ, മിശിഹായേ വരണമേ, മിശിഹായേ വരണമേ, ഞങ്ങളിനി ഇല്ല, ഞങ്ങളിതാ തീർന്നു, ഞങ്ങളിതാ അവസാനിക്കുന്നു, ഞങ്ങളിതാ കൊല്ലപ്പെടുവാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് യഹൂദൻ മാനസാന്തരത്തിന്റെ പാട്ടായി പാടുന്നതായ ഒരു പാട്ടാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. മനസ്സിലായ കരങ്ങളെ ഉയർത്തിയാട്ടെ. മാനസാന്തരമാണ് നിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ മാനസാന്തരമാണ് നിനക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. നിന്റെ റിസ്റ്റോറേഷൻ നടക്കുന്നത് മാനസാന്തരത്തിലാണ്. നിന്റെ കെട്ടുപണി നടക്കുന്നത് മാനസാന്തരത്തിലാണ്. സഭയ്ക്ക് നന്യം നിൽക്കുന്ന കാര്യമാണ് മാനസാന്തരം. എന്നാൽ ഈ ദിവസങ്ങൾ വസ്ത്രങ്ങളല്ല, ഹൃദയങ്ങളെ തന്നെ കീറിയിട്ട് യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലേക്ക് വ്യക്തികളായി, കുടുംബങ്ങളായി ചിലർ കടന്നു വരുന്നെങ്കിൽ അൺറെക്കഗ്നൈസ്ഡായി തിരിച്ചറിയാൻ കഴിയാത്തതായ മാറ്റം ജീവിതങ്ങളെ ദൈവം പകരുക തന്നെ ചെയ്യും. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. യഹൂദൻ മെശിഹായെ തേടി അവൻ മാനസാന്തരപ്പെടുന്നതായ ഒരു ഗീതമാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. ഞാൻ ആവർത്തിക്കുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിന്റെ കാൽവരി കുരിശിലെ മരണത്താൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നിറവേറി ഡബിൾ കൺഫർമേഷനായി വീണ്ടും നിറവേറുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. ആയിരക്കണക്കിന് യഹൂദന്മാർ അല്ല, 10,000-കണക്കിന് യഹൂദന്മാർ ഒരുമിച്ച് നിന്ന് പാടുവാൻ പോകുന്നതായ പാട്ടാണ്. സ്തോത്രം. മധ്യപൂർവ്വദേശത്തിൽ ഇസ്രായേലിന്റെ ബോർഡർ ഏരിയയിൽ നിന്ന് യഹൂദൻ പാടുവാൻ പോകുന്നതായ പാട്ടാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. തിരുവചന പ്രകാരം മരിച്ചു, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു, തിരുവചന പ്രകാരം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആർക്കോ വേണ്ടിയല്ല, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരിച്ചു. ഒരു പള്ളി മരിച്ചില്ല, ഒരു പട്ടക്കാരൻ മരിച്ചില്ല, ഒരു തെരേസ്യാമ്മ മരിച്ചില്ല, ഒരു കന്യാസ്ത്രീ മരിച്ചില്ല, ഒരു സ്തോത്രം മെത്രാൻ മരിച്ചില്ല, ഒരു പാതിരി മരിച്ചില്ല, ഒരു പാസ്റ്റർ മരിച്ചില്ല, ഒരു പ്രവാചകൻ മരിച്ചില്ല. ഇവർക്കാർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുമില്ല. ഒരു സംഘടന നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്താ മിണ്ടാത്ത? തുറച്ചു നോക്കുന്നേ. കമോൺ. ഒരു സംഘടന നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു പ്രസ്ഥാനം നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു സൂപ്പർ സ്റ്റാർ പ്രാസിംഗിന് നിനക്ക് വേണ്ടി മരിച്ചില്ല. അവർക്കാർക്കും നിന്റെ ജീവിതത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു. ഏകരക്ഷകൻ, ഒരേ ഒരു രക്ഷകൻ, ഏകരക്ഷകൻ. എംഫസൈസ് ചെയ്യട്ടെ, ഒരു രക്ഷകൻ 2 കള്ളന്മാരുടെ നടുവിൽ നിനക്ക് വേണ്ടി മരിച്ചു. ഒരു രക്ഷകൻ 2 കള്ളന്മാരുടെ മേൽ മരിച്ചപ്പോൾ 3 ആളുകളിൽ അവൻ തൂങ്ങി നിന്നു. ഒരു രക്ഷകൻ 2 കള്ളന്മാർ 3 ആളുകളിൽ അവൻ തൂങ്ങി നിന്നപ്പോൾ അവന്റെ വസ്ത്രത്തെ 4ആയി പകുത്തെടുത്തു. അവന്റെ വസ്ത്രത്തെ 4ആയി പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ അവന്റെ ശരീരത്തിലുണ്ടായി. ഒരു രക്ഷകൻ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകൾ തൂങ്ങി നിന്നപ്പോൾ അവന്റെ വസ്ത്രത്തെ 4ആയി പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ യേശു കർത്താവിന്റെ ശരീരത്തിലുണ്ടായി. രാവിലെ 9 മണി തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ 6 മണിക്കൂർ നേരം അവൻ ക്രൂശിന്മേൽ തൂങ്ങി നിന്ന് 7 മൊഴികളെ പറഞ്ഞു. 1 2 3 4 5 6 7. ഏകരക്ഷകൻ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ക്രൂശിന്മേൽ തൂങ്ങി നിന്നു. 4ആയവന്റെ വസ്ത്രത്തെ പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ യേശുവിന്റെ ശരീരത്തിലുണ്ടായി. 6 മണിക്കൂർ നേരം അവൻ ക്രൂശിന്മേൽ തൂങ്ങി നിന്നു. 7 മൊഴികളെ വിളിച്ചു പറഞ്ഞു. ആ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നൽകുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. തിരുവചന പ്രകാരം അവൻ മരിച്ചു. ആരോ അവനെ കൊന്നതല്ല. ഒരു റോമൻ പടയാളിക്ക് യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഒരു യഹൂദ മതത്തിന് യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിൽ ശരി, നരകത്തിലുള്ള ഒരു ഭൂത പ്രേത പൈശാചിക ശക്തിക്ക് യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ആരോ യേശുവിനെ കൊന്നതല്ല, പകരം യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചതത്രേ. ആരോ യേശുവിനെ കൊന്നതല്ല, പകരം കർത്താവ് യേശു നിനക്ക് വേണ്ടി മരിച്ചതാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞു യോഹന്നാൻ 10-ൽ, എനിക്ക് അതെ എൻ്റെ ജീവനെ കൊടുക്കാൻ അധികാരമുണ്ട്. തീർന്നില്ല. എനിക്ക് ആ ജീവനെ എടുപ്പാനും അധികാരമുണ്ട്. ഒരിക്കൽ കൂടെ, കൊടുപ്പാൻ, ജീവനെ കൊടുപ്പാൻ യേശുവിന് അധികാരമുണ്ട്, ജീവനെ എടുപ്പാനും യേശുവിന് അധികാരമുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, യേശുവിൻ്റെ ജീവനെ ആരോ എടുത്തതല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
ബോറടിച്ചു അല്ലേ? കാരണം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, ചർച്ചിന് പ്രത്യേകിച്ച് ക്രൂസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എത്ര കാസ കേട്ടിരിക്കുന്ന. സ്തോത്രം. നമുക്ക് ഫയറും സ്തോത്രം അത് എൻ്റർടൈൻമെൻറ്റും മറ്റു പരിപാടികളൊക്കെയാണ് ഇഷ്ടം. ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, സ്തോത്രം, ജീവിതം പണിയപ്പെടണമെങ്കിൽ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, സഭ പണിയപ്പെടണമെങ്കിൽ, ബ്രിങ് ബാക്ക് ദാറ്റ് ക്രോസ്, ക്രൂസ് തിരിച്ചു കൊണ്ടുവാ. ടച്ചും ഫയറും ഫാൾ ഡൗണും അല്ല ചെയ്യേണ്ടത്. കാരണം സഭ എന്ന് പറയുന്നത്, സ്തോത്രം, അത് ഡിസ്നി ലാൻഡ് അല്ല. സഭ വീഗാലാൻഡ് അല്ല, സഭ ഡിസ്നി ലാൻഡ് അല്ല. ക്രൂസിനെ തിരിച്ചു കൊണ്ടുപോ. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എൻ്റെ അടുക്കൽ ആകർഷിക്കുക. യേശു കർത്താവിന് ജീവനെ കൊടുക്കാൻ അധികാരമുണ്ട്, തിരികെ എടുപ്പാനും അധികാരമുണ്ട്. ആരോ തട്ടിയെടുത്തതല്ല. ഒരു റോമൻ പടയാളിയാകട്ടെ, യഹൂദ മതമാകട്ടെ, നരകത്തിലെ പൈശാചിക ശക്തികൾ എത്ര ആകട്ടെ, യേശു കർത്താവിൻ്റെ ജീവനെ എടുത്തതല്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ജീവനെ കൊടുത്തതാണ്. പറഞ്ഞേ, യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നതാണ്. അവൻ ജീവനെ കൊടുത്തതാണ്. അവൻ ജീവനെ കൊടുത്തതാണ്. അവൻ ജീവനെ കൊടുത്തതാണ്. എല്ലാ വാച്ചും നിൽക്കട്ടെ. സ്തോത്രം. അവൻ ജീവനെ കൊടുത്തതാണ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ നോട്ടോഡോമസ് അല്ല. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ കർത്താവായ യേശുവാണ്. ആരെങ്കിലും ആമേൻ പറഞ്ഞാട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ കർത്താവായ യേശുവാണ്. യേശു കർത്താവ് ആകാശത്ത് നോക്കി പ്രവചിച്ചു. യേശു ഭൂമിയെ നോക്കി പ്രവചിച്ചു. വ്യക്തികളെ നോക്കി പ്രവചിച്ചു. കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചു. സ്തോത്രം. യേശു രാജ്യങ്ങളെ നോക്കി പ്രവചിച്ചു. എന്നാൽ മറ്റുള്ളവരേക്ക് വിരൽ ചൂണ്ടി മാത്രമല്ല യേശു പ്രവചിച്ചത്, അവൻ തന്നെ കുറിച്ചും പ്രവചിച്ചു. മറ്റുള്ളവരെ നോക്കി മാത്രമല്ല യേശു പ്രവചിച്ചത്, തന്നെ കുറിച്ചും കർത്താവ് പ്രവചിച്ചു. പ്രവചിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ ധൈര്യമായി. പ്രവചിക്കുന്നവർ വണ്ടർഫുൾ. കമാൻ, ഒരിക്കൽ കൂടെ. പ്രവചിക്കുന്നവർ നന്നായി കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതേ, നിങ്ങൾ പ്രവചിക്കണം. നിങ്ങൾ എല്ലാവരും വിശേഷാൽ പ്രവചിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം. ഇന്ത്യയിൽ ഒരു പ്രവചന പട്ടണമുണ്ടെങ്കിൽ അത് ബാംഗ്ലൂർ ആകട്ടെ. ഹല്ലേലൂയ. പ്രവചിച്ചാലുണ്ടല്ലോ, നീ നിൽക്കുന്നത് അസ്ഥി താഴ്വരയില്ല. പക്ഷെ അത് കഴിയുമ്പോൾ, ആൻറ്റി പ്രവചിച്ച് കഴിയുമ്പോൾ അത് സൈന്യമായി എഴുന്നേൽക്ക്. പട്ടണത്തിന് മുഖച്ഛായ മാറുന്ന, സംസ്ഥാനത്തിന് മുഖച്ഛായ മാറുന്ന പ്രവചന ശബ്ദങ്ങളെ ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. പക്ഷെ ഒരു അത്യാവശ്യ കാര്യം പറയാം. യേശു കർത്താവ് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി ആകാശത്തെ നോക്കി, ഭൂമിയെ നോക്കി, രാജ്യങ്ങളെ നോക്കി ഒക്കെ മാത്രമല്ല കർത്താവ് പ്രവചിച്ചത്, അവൻ തന്നെക്കുറിച്ചും പ്രവചിച്ചു. അവൻ തന്നെക്കുറിച്ചും പ്രവചിച്ചു. പ്രവചനം നിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ചിന്തിക്കല്ലേ, വേറൊരുത്തൻ്റെ ജീവിതം കാണുന്ന ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പും അല്ല പ്രവചനം. അത് മാത്രമല്ല പ്രവചനം. മറ്റുള്ളവൻ്റെ ജീവിതം എങ്ങനെയുണ്ട്, അവൻ്റെ ഭാവി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് വേറുള്ളവരിലേക്ക് വെക്കുന്ന മൈക്രോസ്കോപ്പ് മിനിസ്ട്രി മാത്രമല്ല പ്രവചനം. നിന്റെ സ്വന്തം മുഖം കാണേണ്ട ഒരു കണ്ണാടി കൂടിയാണ് പ്രവചനം. മറ്റുള്ളവൻ്റെ ജീവിതത്തേക്ക് വിരൽ ചൂണ്ടുന്ന സൂക്ഷ്മദർശിനി മാത്രമല്ല പ്രവചനം, സ്വന്തം ജീവിതം കാണാൻ വേണ്ടി ഒരു കണ്ണാടി കൂടിയാണ് പ്രവചനം. അടുത്തിരിക്കുന്നവരെ തൊട്ടൊന്ന് പറഞ്ഞാട്ടെ, ചിലരുടെ മുഖം പാടി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ചിലർക്ക് നാട്ടുകാരെ നിരത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലരെ നാട്ടുകാരെ നോക്കി ചക്ക നിന്റെ മേൽ വീഴുന്നു, കാള നിന്നെ കുത്താൻ ഓടിക്കുന്നു, മുതല നിന്നെ നോക്കി വാ വളർക്കുന്നു. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് ഇങ്ങനെ ചോദിച്ചു, സുവോളജി ആയിരുന്നല്ലേ സബ്ജക്റ്റ്? ഹല്ലേലൂയ. സുവോളജി ആയിരുന്നല്ലേ സബ്ജക്റ്റ്? നോ. ഹല്ലേലൂയ. ദൈവാത്മാവ് ചീങ്കണ്ണിയും മുതലയും അല്ല പറയുന്നത്. ദൈവാത്മാവേ അങ്കളെ അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കണേ. സ്തോത്രം. അതെ, ദൈവാത്മാവ് പറയുന്ന ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി ആയിട്ട് സംസാരിക്കുന്നതാണ് പ്രവചനം. അല്ലാതെ ഭീഷണിയല്ല പ്രവചനം. ഭീഷണിയുടെ വായികൾ അടഞ്ഞിരിക്കട്ടെ. നിന്നെ തൊലയ്ക്കുന്നതല്ല പ്രവചനം, നിന്നെ പണിയുന്നതാണ് പ്രവചനം, നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ് പ്രവചനം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഞാൻ പ്രവചിക്കാം, ദൈവം നിന്നെ പണിയാൻ വേണ്ടി പോകുന്നു. ലക്ഷക്കണക്കിന് തിരമാല അടിക്കുന്നവരെ കെട്ടിടം പോലെയെങ്കിലും നീ തൊലയത്തില്ല, നീ പണിയപ്പെടും. In Jesus' name നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ മാനിക്കപ്പെടും.
തക്ക സമയം, തക്ക സമയം, തക്ക സമയത്ത് നന്മയുടെ പെരും വാതിലുകൾ നിനക്കായി അവൻ തുറക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് മറ്റുള്ളവരെ നോക്കി മാത്രമല്ല പ്രവചിച്ചത്, അവൻ തന്നെ നോക്കിയും പ്രവചിച്ചു. യേശു എന്താ തന്നെ നോക്കി പ്രവചിച്ചത്? യോഹന്നാൻ 3 ഒരു ദിവസം 46 വർഷം കൊണ്ട് പണിതുയർത്തിയ ടെമ്പിൾ കോംപ്ലക്സിൽ കർത്താവ് നിന്ന്, ആ ടെമ്പിൾ മൗണ്ടിൽ നിന്ന് കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഈ കെട്ടിടം ഉണ്ടല്ലോ 46 വർഷം കൊണ്ട്, നൂറ്റാണ്ടോളം സമയമെടുത്ത് പണിത, 46 വർഷം കൊണ്ട് പണിത ഭ്രാന്തൻ കൺസ്ട്രക്ടർ അല്ലെങ്കിൽ പണിയുന്നവൻ, അതേ പണിയിൽ ഭ്രാന്തനായ ഹെരോദാവാണ് ഇതുണ്ടല്ലോ, ഇതൊക്കെ കല്ലേമേൽ ശേഷിക്കാതെ വണ്ണം ഇത് പൊളിഞ്ഞു പോകും. അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ സംഭവിച്ചു. അതെങ്ങനെന്ന് പറയുവാൻ എനിക്ക് നേരമില്ല. എല്ലാം പറഞ്ഞാലും അങ്കിൾ അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കത്തുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറയട്ടെ, കർത്താവ് പറഞ്ഞു, സ്തോത്ര, കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം അത് പൊളിഞ്ഞു പോകും. അപ്പോൾ ആൻറ്റിയുടെ ഭാവം, മുഖഭാവം കണ്ടപ്പോൾ എനിക്കത് പറയാൻ തോന്നുന്നു. കാരണം സ്തോത്രം, ടൈറ്റസ് വന്ന് ഇത് പൊളിക്കുമ്പോഴേക്കും അന്നൊരു റൂമർ വെളിപ്പെട്ടു. ആ റൂമർ ഇതായിരുന്നു. റൂമർ പറയുന്ന എല്ലാ ആൻറ്റിമാരും കേട്ടോളാം. റൂമർ പറയുന്ന എല്ലാ പെന്തിക്കോസ് ചെകുത്താനും ഇന്ന് രാത്രി കേട്ടോളാം. ഇന്ന് അവസാന ദിവസമാണല്ലോ. റൂമർ പറയുന്ന, ഗോസിപ്പ് പറയുന്ന എല്ലാ ഭൂതങ്ങളും ഇന്ന് കേട്ടോളാം കേട്ടോ. ഒരു റൂമർ പുറപ്പെട്ടു. ശലോമോൻ ഈ ആലയം പണിതപ്പോൾ ഇതിനെ ഇടയ്ക്ക് അലൂക്കാസിന്റെ സ്വർണം വെച്ചിട്ടുണ്ടെന്ന്. ഓ കമാൺ, നിങ്ങൾ കേട്ടില്ല? ശലോമോൻ ആലയം പണിതപ്പോൾ 2 കല്ലുകളുടെ ഇടയിൽ സ്വർണം വെച്ചിട്ടുണ്ടെന്ന് ഒരു റൂമർ പുറപ്പെട്ടു. ആ റൂമർ പുറപ്പെട്ടപ്പോൾ കല്ലുകളുടെ ഇടയിലുള്ള സ്വർണം കിട്ടാൻ വേണ്ടി ഉള്ള കല്ലിനെ മുഴുവൻ അവർ കുത്തിത്തുറന്ന് നോക്കി അതിനെ പൊളിച്ചു. ഞാൻ പറയട്ടെ, റൂമർ പൊളിക്കുന്നു, വെളിപ്പാട് പണിയുന്നു. റൂമർ പൊളിക്കുന്നു, വെളിപ്പാട് പണിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സൂം മീറ്റിങ്ങിന് സ്തോത്രം, അതേ വില്യം സ്തോത്രം, ജോയ് വില്യം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അതേ സ്തോത്രം, തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു. അദ്ദേഹം മധുരയിലാണ്. മധുര അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു കീ പാസ്റ്ററായിരുന്നു പാസ്റ്റർ പീറ്റർ വില്യം. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്, അതേ സ്തോത്രം, ജോയ് വില്യം. പുള്ളി ഇന്ത്യൻ റെയിൽവേയുടെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ പറഞ്ഞു, സ്തോത്രം, അതേ ഞങ്ങൾ വളരുന്നതിനേക്കാൾ അസംബ്ലീസ് ഓഫ് ഗോഡ്, നിങ്ങൾ തമിഴ്നാട്ടിൽ വളരുന്നു, നിങ്ങൾക്ക് 8000-ലധികം സഭയുണ്ട്, ഞങ്ങൾക്ക് അത്രയും ഇല്ല. അതിൻ്റെ 25% ഞങ്ങൾക്കുള്ളൂ. പണ്ട് പി ഡി ജോൺസൺ മരിക്കുന്ന സമയത്ത് നെക്ക് ടു നെക്ക് ആൾമോസ്റ്റ് ഒരുപോലെ നിന്നതാണ് മലയാളം സഭയും എണ്ണത്തിൽ തമിഴ്നാട് സഭയും. പക്ഷേ ചില പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, ഒരു 20-25 വർഷം കഴിഞ്ഞപ്പോൾ അവർ 8000-ആയിട്ട് അങ്ങ് വളർന്ന്. ഞാൻ ചോദിച്ചു, സ്തോത്രം, അതേ ജോയ് ബ്രദർ പറഞ്ഞേ, വാട്ട്സ് ദ സീക്രട്ട്, എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, 2 കാര്യം ഞങ്ങൾക്കില്ല. ഒന്ന്, ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല. 2, ഗോസിപ്പില്ല. അതെ സ്തോത്രം, 1 പൊളിറ്റിക്സ് ഇല്ല, 2 ഗോസിപ്പില്ല. എൻ്റെ ലൈഫിൽ ഞാൻ പറയട്ടെ, എത്ര വലിയ അമേരിക്കൻ മുതലാളിയായാലും, എത്ര വലിയ പ്രയാസം ഇങ്ങനെ ആയാലും, സ്തോത്രം, പൊളിറ്റീഷ്യന് ഞാൻ കൈ കൊടുക്കാറില്ല, അവരുടെ പ്ലാറ്റ്ഫോമിൽ പോകാറില്ല, ഗോസിപ്പ് പറയേണ്ട കൺവെൻഷന് ഞാൻ പോകത്തില്ല. കാരണം എനിക്ക് വേണ്ടിയത് പണിയുന്നവനെയാണ്. എനിക്ക് ലൂസിഫറിൻ്റെ നാവായി പൊളിക്കുന്നവനെയല്ല എനിക്ക് വേണ്ടിയത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അതേ, ഗോസിപ്പ് പൊളിക്കുന്നു. അക്കാലത്ത് സ്തോത്രം, അതേ ആ ആലയത്തിൻ്റെ അരികിൽ നിന്നിട്ട് യേശു പറഞ്ഞു, ഇത് പൊളിഞ്ഞു പോകും കേട്ടോ, കല്ലിന്മേൽ ശേഷിക്കാതെ ഇത് പൊളിഞ്ഞു പോകും. എന്നാൽ സ്വന്തം ശരീരത്തിലേക്ക്, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായ, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനായ കർത്താവ് സ്വന്തം ശരീരത്തിലേക്ക് നോക്കി പറഞ്ഞു, ഇതിനെ പൊളിക്ക്, 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ കണ്ണാടിയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. കണ്ണിൽ വെക്കുന്നതല്ല, വീട്ടിൽ കണ്ണാടിയുള്ളവർ. ചിലർ താമസിക്കുന്നത് എൻ്റെ മുൻപിലാണെന്ന് തോന്നുന്നു. സ്തോത്രം, അതെ, കണ്ണാടിയുള്ളവർ. അതിൻ്റെ മുൻപിൽ നിന്ന് നീ പറയണം, സ്തോത്രം, നീ പണിയപ്പെടുക, നീ അനുഗ്രഹിക്കപ്പെടുക, നീ ഉയർത്തപ്പെടുക. Jonah
was in the belly of the fish, the Son of Man shall be in the belly of the earth for 3 nights and 3 days. യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിക്കുള്ളിൽ ഇരിക്കും. അതെന്താ കർത്താവേ 4 ഇരിക്കാത്തെ? 4 നാളായപ്പോ അതേ ലാസർ നാറ്റം വെച്ച്. എന്നാൽ ശാരോളിന്റെ പന്നീർ പുഷ്പം ഇന്ന് രാത്രിയിലും നാറുന്നവനല്ല. നാറ്റ കേസായി കിടക്കുന്ന വ്യക്തികളെ മണത്തിലേക്ക്, നറുമണത്തിലേക്ക് നയിക്കുന്നവനാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്ക്, ഞാൻ ഉയർത്തെഴുന്നേൽക്ക്. ഗ്രാമത്തിൽ വെച്ച് അവൻ പ്രവചിച്ചു, പട്ടണത്തിൽ യേശു കർത്താവ് പ്രവചിച്ചു, വലിയ കൂട്ടത്തിൽ, വലിയ ജനക്കൂട്ടത്തിൽ യേശു കർത്താവ് സ്തോത്രം തന്റെ ഉയർപ്പിന് പ്രവചിച്ചു. ചെറിയ കൂട്ടത്തിൽ യേശു കർത്താവ് പ്രവചിച്ചു പറഞ്ഞു. ലൂക്കോസ് 24:19, ഓ ഹി വാസ് എ മൈറ്റി പ്രോഫറ്റ് ഇൻ വേർഡ് ആൻഡ് ഡീഡ്. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം പ്രവചിക്കണം, പറഞ്ഞാട്ടെ പ്രവചിക്കണം, പ്രവചിക്കണം. കേരളത്തിൽ മറ്റേ VVIP പ്രവാചകൻ വരുന്നത് വരെ കാത്തിരിക്കല്ല. ഒരിക്കൽ കൂടെ മറ്റുള്ളവർ നിന്നോട് വന്ന് പ്രവചിക്കുന്നത് പോലെ തന്നെ ദൈവകൃപയാൽ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നീ പറയണം, നീ നന്നാകും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ അതിരുകൾ വിശാലമാകും. നീ ദുഃഖപുത്രനല്ല, നീ മാനപുത്രനാണ്. നീ ദുഃഖപുത്രിയല്ല, നീ മാനപുത്രിയാണ്. നീ പടരുന്നതായ മുന്തിരിവള്ളി പോലെയാണ്. നീ ലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. യേശു കർത്താവ് പ്രവചനം പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, അവൻ പ്രവചനം പറയുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ പ്രവചനം പാടുകയും ചെയ്തു. പോയി യേശു പ്രവചനം പറയുകയല്ല മാത്രമല്ല ചെയ്തത്, യേശു പ്രവചനം പാടുകയും ചെയ്തു. അതെ, എൻ്റെ കർത്താവിന് പാടാനും അറിയാം, അവന് പറയാനറിയാം, അവന് പാടാനറിയാം, അവന് പ്രസംഗിക്കാനറിയാം, അവന് പ്രവചിപ്പാൻ അറിയാം. അവൻ ഗദ്യത്തിലും മാസ്റ്ററാണ്, അവൻ പദ്യത്തിലും മാസ്റ്ററാണ്. ഓ ഗ്ലോറി. ശക്തിയോടെ ഹല്ലേലൂയ. അവൻ പ്രവചനം പറഞ്ഞു, അവൻ പ്രവചനം പാടി. നിങ്ങൾ ചോദിക്കും, ഓ ബ്രദർ, എപ്പോഴാണ് യേശു കർത്താവ് പാടുന്നത്? ഞങ്ങൾ പ്രവചിക്കുന്ന യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്ന യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പാടുന്ന യേശുവിനെ നിങ്ങൾ കണ്ടത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിലെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയമായിരുന്നു മർക്കോസിന്റെ മാളികമുറി. സെഖിയോൻ മാളികമുറി എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾ കേട്ടില്ല, ഒരിക്കൽ കൂടെ പറയാം. യെരുശലേമിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം യേശു അങ്ങ് ബുക്ക് ചെയ്തു. തന്റെ സഭയ്ക്ക് വേണ്ടി കർത്താവിനെ മാർക്ക് ചെയ്തെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ബാംഗ്ലൂരെ കേൾക്കുക, ബാംഗ്ലൂരെ കേൾക്കുക, ബാംഗ്ലൂരെ കേൾക്കുക. ഈ പട്ടണത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഓഡിറ്റോറിയം ചർച്ച് ഓഡിറ്റോറിയം ആകട്ടെ. ഒരു 5 പേരെ തൊട്ട് പറ, 5 പേര്, 5 പേര്, 5 എന്ന് പറഞ്ഞാൽ 5 പേരെ തൊട്ട് പറ, നമ്മളിത് പണിയും. പെട്ടെന്ന് പറഞ്ഞേ, നമ്മളിത് പണിയും, നമ്മളിത് പണിയും, നമ്മളിത് പണിയും. ഈ ദൈവദാസന്റെ ജീവിതകാലത്ത് നമ്മളിത് പണിയും. എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു, നമ്മളത് പണിയും. ഈ പട്ടണത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഓഡിറ്റോറിയം ചർച്ച് ഓഡിറ്റോറിയം ആയിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. അത് പാസ്റ്റർ MA വർഗീസിനോടുള്ള ദൈവത്തിന്റെ നീതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടവർ ആമേൻ. ഹല്ലേലൂയ. സെഖിയോൻ മാളികമുറി, മർക്കോസിന്റെ മാളികമുറിയിൽ കർത്താവ് യേശു ക്രിസ്തു ആ 12 അപ്പോസ്തലന്മാരെ വിളിച്ചു കയറ്റി. 12 ദൈവത്തിന്റെ അധികാരത്തിന്റെ സംഖ്യയാണ്. 12 അപ്പോസ്തലന്മാരെ അത് വിളിച്ചു കയറ്റിയിട്ട് അവരെ കാല് കഴുകി. യേശു കൂടെ നിന്ന് കാല് വാരുന്നവനല്ല, യേശു കാല് കഴുകുന്നവനാണ്. യേശു കർത്താവ് അവന്റെ കാല് കഴുകി ആ ശുശ്രൂഷയ്ക്ക് ശേഷം, പാസ് ഓവറിന് ശേഷം, കത്രുമേശയ്ക്ക് ശേഷം, ആദ്യം പാസ് ഓവർ, പിന്നെ കത്രുമേശ, അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടുവാൻ യേശു തുടങ്ങി. ഇന്നും നിങ്ങൾ യഹൂദ കുടുംബങ്ങളുടെ നടുവിൽ പോയി പാർത്താൽ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും, യഹൂദ കുടുംബങ്ങളുടെ അടുക്കൽ, യഹൂദന്മാരുടെ അടുക്കൽ പാസ് ഓവർ ദിനത്തിൽ നിങ്ങൾ കടന്നു പോയാൽ, യഹൂദ കലണ്ടറിൽ നിസ്സാൻ മാസം 13-ാം തീയതി നിങ്ങൾ പറക്കുന്നു എങ്കിൽ അന്ന് 6 മണി കഴിയുമ്പോൾ അവർ പറയും 14-ാം തീയതി ആരംഭിക്കുകയാണ്. അവർ സ്തോത്രം, ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് അവൻ്റെ പുതിയ ദിനം ആരംഭിക്കുന്നത്. സൂര്യൻ അസ്തമിക്കണം,
ചന്ദ്രൻ ഉദിക്കണം. അത് വേറൊരു പ്രസംഗം. സ്തോത്രം. 6 മണിയാകുമ്പോൾ കം ലെറ്റ്സ് സെലിബ്രേറ്റ് പാസ് ഓവർ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിസാൻ മാസം, പുറത്ത് കിടക്കുന്ന കാറിന്റെ പേരല്ല, ഒരു മാസത്തിന്റെ പേരാണ് നിസാൻ മാസം. 14-ാം തീയതി ആയപ്പോ 12 ശിഷ്യന്മാർക്ക് ആദ്യം പാസ് ഓവറും പിന്നെ കത്രുമേശിയും നടത്തിയിട്ട് യഹൂദൻ ഇന്നും പാടുന്നതായ തലീറ്റ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. 114, 115, 116, 117, 118 5 സങ്കീർത്തനം അടങ്ങിയതാണ് തലീത്ത്. യേശു കർത്താവൻ ശിഷ്യന്മാരും അതെ സ്തോത്രം ദാവീദിന്റെ കാലം മുതലുള്ളതായ ആ പാരമ്പര്യം അനുസരിച്ച് ആ 5 സങ്കീർത്തനം പാടുവാൻ തുടങ്ങി. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, പാടുന്ന യേശു. പെട്ടെന്ന് പറഞ്ഞേ, പാടുന്ന യേശു, പാടുന്ന യേശു, പാടുന്ന യേശു, പാടുന്ന യേശു. അയ്യോ, ഇവിടെ ഇരിക്കുന്ന ആരോ പറയുന്നു എനിക്ക് പാടാൻ കഴിവില്ല. പക്ഷെ കൊച്ചുമക്കൾക്ക് പാല് കൊടുക്കുമ്പോൾ അവർ കൊച്ചിനെ എടുത്തു വെച്ച് ഇങ്ങനെ പറയും കാക്കേ കാക്കേ പോകരുത്. നോ, യേശു പാടിയത് അങ്ങനെയുള്ളതായ ഒരു സാധാ നാടൻ പാട്ടല്ല പാടിയത്. യേശു പറഞ്ഞത് വചനമെങ്കിൽ അവൻ പാടിയതും വചനമാണ്. ആത്മീയ അന്തരീക്ഷം സഭയിൽ ചലിക്കുന്നത് കാണണമെങ്കിൽ സഭ വചനം പാടട്ടെ. പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് സഭ കാണണമെങ്കിൽ സഭ വചനം പാടട്ടെ. ആ തലീത്ത് 114, 115, 116, 117, 118 ആ സങ്കീർത്തനം യഥാവ് പാടുമ്പോൾ ഇനി വായിച്ചു നോക്കണം. അതേ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. യൂദ അണിച്ചു കൊടുക്കുവാൻ വേണ്ടി വരികയാണ്. അവിടെ നിന്ന് കയ്യഫാവ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. തകർക്കപ്പെടുകയാണ്, ഉടക്കപ്പെടുകയാണ്, ക്രൂശ് കാത്തിരിക്കുകയാണ്, മരിക്കാൻ പോകുകയാണ്. എന്നാൽ സ്തോത്രം, അതേ മരണത്തിന് മരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉറങ്ങിയിരുന്ന ഒരു ആന്റി ഇപ്പോഴാ കണ്ണു പറഞ്ഞ സ്തോത്രം. അതേ യേശു ചരമഗീതം അല്ല പാടിയത്. 114, 115, 116, 117, 118 കർത്താവ് പാടിയ ജീസസിന്റെ, യേശുവിന്റെ കർത്താവിന്റെ പേഴ്സണൽ സോങ്. അതിലുള്ള ഒരു വാക്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 118-ാം സങ്കീർത്തനം 17-ാം വാക്യം. ആ 12 ശിഷ്യന്മാരോട് കൂടെ ഗദശമനയ്ക്ക് പോകുമ്പോൾ പാടിപ്പാടി യേശു പോകുകയാണ്. അതേ ആ ദാവീദിന്റെ പട്ടണത്തിന് അരികിലൂടെ ആ കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ പാടി യേശു പോകുന്നു. യേശു എന്താ പാടിയെന്നറിയോ? I shall not die, I am going to live, I am going to declare the works of the Lord. ഓ, ഞാൻ പറയട്ടെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. യെസ് 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 യെസ്. കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്. ഗദശമന വരുന്നേ, യൂദ കാണിച്ചു കൊടുക്കുന്നേ, പത്രോസ് തള്ളി പറയുമേ, കയ്യഫാവന്മാരെല്ലാം ചോദ്യം ചെയ്യുമേ, പിലാത്തോസിനെ അടിക്കുമേ, ആണിയുണ്ട്, ചുറ്റികയുണ്ട്, ക്രൂശുണ്ട്. പ്രശ്നമല്ല യേശു പറഞ്ഞത്, പ്രോബ്ലംസ് അല്ല യേശു പാടിയത്. പകരം അവൻ പാടിയത് ഉയർപ്പാണ് യേശു പാടിയത്. കമാൺ, ഉദ്ധാരണത്തിന്റെ പാട്ടുപാട്, നന്മയുടെ പാട്ടുപാട്, ഉയർച്ചയുടെ പാട്ടുപാട്. നീ തൊലയണം എന്ന് കാത്തിരിക്കുന്നവരുടെ നടുവിൽ നീ തീരണം എന്ന് പറയുന്നവരുടെ നടുവിൽ പറ, ആർക്കും നടക്കാത്ത ഉയർച്ച. ആരും കാണാത്ത ഉയർച്ച എന്റെ ലൈഫിൽ ഞാൻ കാണുവാൻ പോകുന്നു. ഹല്ലേലൂയ. യെസ്, ഹാബേൽ ഉയർത്തില്ല, നോഹ ഉയർത്തില്ല, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഉയർത്തില്ല, ഹാനോക്കും ഏലിയാവും അതേ എടുക്കപ്പെട്ടതേ ഉള്ളൂ, ഉയർത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന സെഷനുകളിൽ എനിക്ക് പറയാനുള്ളത്, ഒരു പാസ്റ്ററിലും നടക്കാത്തത് നിന്റെ ലൈഫിൽ ഞാൻ കാണാൻ പോവാ. കർണാടകയിൽ ഒരു മിനിസ്ട്രിയിലും സംഭവിച്ചിട്ടില്ലാത്ത നന്മ ബദൽ നിന്നിൽ ഞാൻ കാണാൻ പോവാ. ഒരു കുടുംബത്തിലും നടക്കാത്തത് നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. ആരുടെ
പല തലമുറയിലും സംഭവിച്ചിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ വേണ്ടി പോകുക. In the name of Jesus. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, എന്റെ കാര്യമാ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, എന്റെ കാര്യമാ പറഞ്ഞേ, എന്റെ കാര്യമാ പറഞ്ഞത്. In the name of Jesus. ആരും ഉയർത്തില്ല, പക്ഷെ യേശു ഉയർത്ത്. കാരണം അവൻ പറഞ്ഞു, രണ്ടവൻ പാടി. അവൻ പറഞ്ഞു, അവൻ പാടി. ചിലരെന്നെ ഇങ്ങനെ വാടിയ മുഖത്തോടെ നോക്കുന്നു. വാടിയ ചീര പോലെ ഇരിക്കുന്നവരെ നീ തഴയ്ക്കുന്ന കൊഴുന്തു പോലെ ആകാൻ പോകുന്നു. അതാണ് ഇന്ന് രാത്രിയുള്ള ദൂത്. ഒരിക്കൽ കൂടെ, വാടിയ ചീര പോലെ ഇരിക്കുന്നവരെ നീ തഴയ്ക്കുന്ന കൊഴുന്തു പോലെ. കരങ്ങളടിച്ച് ആ തരങ്ങളെ തുറന്ന് ആരാധിച്ച് നിന്റെ മുൻപിൽ വെല്ലുവിളികൾ ഉണ്ടായിരിക്കുക, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക. എന്നാൽ ആ മലയുടെ ഹൈറ്റും വെയിറ്റും അല്ല നീ അളക്കേണ്ടത്. നിന്റെ മുൻപിലുള്ള വെല്ലുവിളിയല്ല നീ കാണേണ്ടത്. നീ ഒറ്റയ്ക്കായിരിക്കാം. നോ നോ നോ, അങ്ങനെ പറയല്ലേ. നിന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ ഇന്ന് രാത്രിയിലും യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് നിനക്ക് കാണുമെന്ന് കൊണ്ട് കഴിയുക. ഞാൻ സ്ഥിരം പറയും, God is with you. ദൈവം നിന്നോട് കൂടെ. യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മീതെ, ദൂതന്മാർ നിന്റെ ചുറ്റും. You are more than conqueror in Christ Jesus. ക്രിസ്തു യേശുവിൽ നീ ജയിക്കുന്നവനാണ്. ജയത്തിന്റെ കൊടി, ജയത്തിന്റെ കൊടി, ജയത്തിന്റെ കൊടി നിന്റെ മേൽ കർത്താവ് ഉയർത്തുന്നു. കരങ്ങളെ അടിച്ചാഘോഷിച്ച് സെഹിയോൻ മാളിമുറിയിൽ കയറുന്നതിന് മുൻപ് മണിക്കൂറുകൾ കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. യേശു കർത്താവ് പ്ലാൻ ചെയ്ത ഒരു പദ്ധതി പറയാം, എല്ലാം പറയാൻ നേരമില്ല. കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം എന്താ കർത്താവേ, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകുന്നു. റിയലി യേശു കണ്ടത് ക്രൈസിസ് അല്ല. യേശു കണ്ടത് ക്രൈസിസ് അല്ല. നീ ക്രൈസിസ് കാണുന്നോ? നിന്റെ മുൻപിലുള്ള വെല്ലുവിളി കാണുന്നോ? എന്നാൽ സ്തോത്രം, ഇന്ന് രാത്രി, വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ പോയി പുതിയ നോട്ട്ബുക്ക് എടുത്ത് നല്ല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താട്ടെ, നല്ല പദ്ധതികൾ പ്ലാൻ ചെയ്താട്ടെ. ഇതുവരെ നീ ചെയ്യാത്ത yes. Hallelujah. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളെ പ്ലാൻ ചെയ്താട്ടെ. അങ്ങളെ, ഞാൻ ഇന്ന് രാത്രി ഈ ജനത്തിന് ഒരു HW ഹോംവർക്ക് തന്നിട്ട് വേണ്ടി പോകുകയാണ്. ഒരു ഹോംവർക്ക്. എല്ലാവരും പറഞ്ഞാട്ടെ, ഹോംവർക്ക്. യെസ്, ഹോംവർക്ക്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഹോംവർക്ക് ആ നോട്ട്ബുക്ക് എനിക്ക് കാണണം. എന്താ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി, നാളെ പകല്, ഈ ഉപവാസത്തിൻ്റെ അവസാന നാളുകളിൽ പേപ്പറിൽ എഴുതല്ലേ, അത് കപ്പലണ്ടിക്കാരൻ കൊണ്ടുപോകും. അതുകൊണ്ട് ബുക്കിൽ തന്നെ എഴുതുക. ആത്മാവിൽ അന്യഭാഷയിൽ പറഞ്ഞ് ദൈവം നിന്നിലൂടെ ചെയ്യുന്നത് പ്ലാൻ ചെയ്താട്ടെ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ എഴുതിയാട്ടെ. ദൈവത്തിൻ്റെ പദ്ധതികൾ എഴുതിയാട്ടെ. കാരണം ക്രൂശിലേക്ക് കയറുന്നതിന് മുൻപ് കർത്താവ് പ്ലാൻ ചെയ്തത് ആരും കണ്ടിട്ടില്ലാത്ത അടുത്ത പദ്ധതികളായിരുന്നു. എങ്കിൽ പദ്ധതികൾ പ്ലാൻ ചെയ്താട്ടെ. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, ചിലത് എനിക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. പെട്ടെന്ന് പറ, ചിലതെനിക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. എൻ്റെ യേശുപ്പച്ച ഇത് തീരത്തില്ല. സ്തോത്രം. അതെ, ചിലത് എനിക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. വേദപുസ്തകം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു തിരുവചന പ്രകാരം മരിച്ചു, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു. കഴിഞ്ഞ പകൽ നമ്മൾ കേട്ടു, 2 സഹോദരന്മാർ മുന്നിലേക്ക്, അല്ലെങ്കിൽ 2 ശിഷ്യന്മാർ വന്ന് ആ ബോഡിയെ ടേക്ക് കെയർ ചെയ്തു. പലരെ ബോഡിയെ അബ്യൂസ് ചെയ്യാറുണ്ട്. പലരെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ അബ്യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കൽ കൂടെ, പലരെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ പ്ലാറ്റ്ഫോമിന് വേണ്ടി, പണത്തിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, യൂറോപ്പിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി, യൂട്യൂബിന് വേണ്ടി, ആ ട്യൂബിന് വേണ്ടി, മറ്റേ ട്യൂബിന് വേണ്ടി ബോഡിയെ അതേ അബ്യൂസ് ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വെല്ലുവിളിച്ചു പറയട്ടെ, ദൈവകൃപയാൽ ഈ ബോഡിയെ ഒന്ന് ടേക്ക് കെയർ ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ബോഡിയെ ടേക്ക് കെയർ ചെയ്താട്ടെ. ഒരു വലിയ മർമ്മം പറയാം. ദൈവം എന്നെ കെയർ ചെയ്യണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ദൈവം എന്നെ കെയർ ചെയ്യണം. ദൈവം നിന്നെ കെയർ ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ കാര്യത്തെ നീ കെയർ ചെയ്യ്. 2 ദൈവജനത്തെ കെയർ ചെയ്യ്.
ഒരിക്കൽ കൂടെ, കർത്താവിനെ നീ കെയർ ചെയ്യുമ്പോൾ, ദൈവസഭയെ നീ കെയർ ചെയ്യുമ്പോൾ, ദൈവം നിന്നെ കെയർ ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കാത്ത ഒരൊറ്റ കുടുംബങ്ങൾ ഉണ്ടാകില്ല. ഒന്നുകിൽ നീ അഹരോനായിരിക്കണം, ഇല്ലെങ്കിൽ നീ ഒരു ഹൂരായിരിക്കണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഒന്നുകിൽ നീ അഹരോനായിരിക്കണം, ഇല്ലെങ്കിൽ നീ ഹൂരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കൈ ദൈവകൃപയാൽ നന്മ ചെയ്യുന്ന കൈയായി, ഒന്ന് കർത്താവിൻ്റെ കാര്യം നീ കെയർ ചെയ്യുമ്പോൾ, രണ്ട് ദൈവസഭയെ നീ കെയർ ചെയ്യുമ്പോൾ, ദൈവം നിന്നെയും നിന്റെ ജനിച്ച തലമുറയെയും ജനിപ്പാൻ ഇരിക്കുന്ന തലമുറയെയും കർത്താവ് അത്ഭുതകരമായി കെയർ ചെയ്യും. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. തിരുവചന പ്രകാരം അവൻ മരിച്ചു, തിരുവചന പ്രകാരമാണ് അവൻ അടക്കം ചെയ്യപ്പെട്ടു, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. മറ്റൊരു തിരുവചനം കൂടെ ചേർത്ത് പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ലേവ്യാപുസ്തകം 23-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ യഹൂദൻ്റെ 7 ഉത്സവങ്ങളല്ല, യഹോവയുടെ 7 ഉത്സവങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയാം. യഹൂദൻ്റെ 7 ഉത്സവങ്ങളല്ല, യഹോവയുടെ 7 ഉത്സവങ്ങൾ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 7 എന്ന് പറയുന്നത് അത് ഗോഡ്ലി പെർഫെക്ഷനെയാണ് കാണിക്കുന്നത്, ദൈവിക സമ്പൂർണ്ണതയാണ് കാണിക്കുന്നത്. 7-ന് 2 അർത്ഥമാണുള്ളത്. ഒന്നുകിൽ അത് പരിശുദ്ധാത്മാവ്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പെർഫെക്ഷൻ. 7 ഉത്സവങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നമ്പർ 1, ഒന്നാമത്തെ ഉത്സവം പാസ്ഓവർ, പെസഹ. രണ്ടാമത്തെ ഉത്സവം അൺലീവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. മൂന്നാമത്തെ ഉത്സവം ആദ്യ ഫല പെരുന്നാൾ. നാലാമത്തെ ഉത്സവം പെന്തക്കോസ്. അഞ്ചാമത്തെ ഉത്സവം റോഷ ഹഷന അഥവാ കാഹളോത്സവം. ആറാമത്തെ ഉത്സവം ഡേ ഓഫ് അറ്റോണിമെന്റ്, യോം കിപ്പോർ അഥവാ മഹാപാപ പരിഹാര ദിനം. ഏഴാമത്തെ ഉത്സവം കൂടാരപ്പെരുന്നാൾ, ബൂസ് എന്ന് അറിയപ്പെടുന്നതായ കൂടാരപ്പെരുന്നാൾ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പം എഴുതിയാൽ കിട്ടത്തില്ല, യൂട്യൂബിൽ കിടപ്പുണ്ട്, ബാക്കി നിങ്ങൾ എഴുതിയെടുത്താട്ടെ. കാരണം അത് മുഴുവൻ നിർത്തി പറയാനുള്ള സമയം എനിക്കില്ല. സ്തോത്രം. നമ്പർ 1, ഒന്നാമത്തെ ഉത്സവം പാസ്ഓവർ, പെസഹ. രണ്ടാമത്തെ ഉത്സവം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. മൂന്നാമത്തെ ഉത്സവം സ്തോത്രം അതെ ആദ്യഫല പെരുന്നാൾ. നാലാമത്തെ ഉത്സവം സ്തോത്രം അതെ പെന്തക്കോസ്. അഞ്ചാമത്തെ ഉത്സവം റോഷ ഹഷന അഥവാ കാഹളോത്സവം. ആറാമത്തെ ഉത്സവം സ്തോത്രം മഹാപാപ പരിഹാര ദിനം. ഏഴാമത്തെ ഉത്സവം കൂടാര പെരുന്നാൾ. പഴയ നിയമത്തിലെ 7 ഉത്സവങ്ങൾ മിക്ത റിഹേഴ്സലാണ്, പുതിയ നിയമത്തിൽ അത് റിയാലിറ്റിയാണ്. പഴയ നിയമത്തിൽ റിഹേഴ്സലാണ്, പുതിയ നിയമത്തിൽ റിയാലിറ്റിയാണ്. കുട്ടികൾ ഒരു കോറിയോഗ്രാഫി അവതരിപ്പിച്ചാൽ, അല്ലെങ്കിൽ ക്വയർ സ്തോത്രം നന്നായി പാടണമെങ്കിൽ അവർക്കൊരു റിഹേഴ്സൽ എന്നതുപോലെ ഈ 7 ഉത്സവങ്ങൾ സുവിശേഷത്തിൻ്റെ റിഹേഴ്സലായിരുന്നു പഴയ നിയമത്തിൽ. സ്തോത്രം. പഴയ നിയമത്തിൽ ഈ 7 ഉത്സവങ്ങൾ റിഹേഴ്സലായിരുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്തായിരുന്നു? റിഹേഴ്സലായിരുന്നു, പ്രാക്ടീസ് ആയിരുന്നു. കപ്റ്റന് തിരശ്ശീലയ്ക്ക് പിൻപിൽ അതൊരു റിഹേഴ്സലായിരുന്നു. സ്തോത്രം. അതെ, ദൈവം പല കാര്യങ്ങളും ചെയ്തത്, ദൈവം പല കാര്യങ്ങൾ ചെയ്യേണ്ട ദിനത്തിലാണ് കർത്താവ് ചെയ്തത്. ഒരിക്കൽ കൂടെ പറയാം, ദൈവം ചെയ്യേണ്ട ദിനത്തിലാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം ഏതെങ്കിലും ദിവസത്തിലങ്ങ് ചെയ്യുന്നവനല്ല. ഏതെങ്കിലും ദിവസം ചെയ്യാം, നോ, അങ്ങനെ ചെയ്യുന്നവനല്ല ദൈവം. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സഭയിൽ ചെയ്യേണ്ട കാര്യത്തെ ചെയ്യേണ്ട ദിവസത്തിൽ, ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നവനാണ് ദൈവം. ചെയ്യേണ്ട കാര്യത്തെ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട ദിവസത്തിൽ ചെയ്യുന്നവനാണ് ദൈവം. സർവശക്തനായ എലോഹീം ചെയ്യേണ്ട കാര്യത്തെ ചെയ്യേണ്ടതുപോലെ അതേ ചെയ്യുവാൻ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ കയ്യ മടക്കാൻ ഒരു മന്ത്രവാദത്തിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പ്രവർത്തിക്കും. ബാക്കി പറ, ഞാൻ പ്രവർത്തിക്കും. ആർ തടുക്കും? ദൈവം പ്രവർത്തിക്കുമ്പോൾ സാത്താന് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, കാരണം അവർ പാർട്ട്നേഴ്സ് അല്ല. ഒരിക്കൽ കൂടെ, ദൈവം പ്രവർത്തിക്കുമ്പോൾ സാത്താന് ചേർന്ന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല, കാരണം അവർ പാർട്ട്നേഴ്സ് അല്ല. ദൈവം പ്രവർത്തിക്കുമ്പോൾ ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ യെസ് തുറന്നു വിടപ്പെട്ട ഒരു സിംഹം പോലെ, കൂട്ടിൽ നിന്ന് തുറന്നു വിടപ്പെട്ട ഒരു സിംഹം പോലെ ഈ ജനത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ റിലീസ് ചെയ്യുകയാണ്.
ഹല്ലേലൂയ. ഞാൻ പോകും, പക്ഷെ ഈ ദൂത് പോകത്തില്ല. ഈ ദൂത് നിന്ന് ഫലം കായ്ക്കാൻ വേണ്ടി പോകുക. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ട് ഇത് ദൈവത്തിൻ്റെ സീസണാണ്. പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ സീസണാ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ, ചെയ്യേണ്ട രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതുപോലെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. എനിക്കൊന്ന് നൃത്തം ചെയ്താൽ കൊള്ളാം, ഇത് വേറെ ആരെങ്കിലും ഓടി വന്നു ഒന്ന് പ്രസംഗിക്ക്. കാര്യം എന്തെന്നറിയോ? യേശുവിൻ നാമത്തിൽ എത്ര പട്ടിക്കുരച്ചാലും, എത്ര ദുഷ്ടമൃഗങ്ങൾ മുറയിട്ടാലും, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലെ ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിന്റെ ചക്രവാളത്തിൽ, ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിന്റെ ചക്രവാളത്തിൽ ഉദിക്കുകയാണ്. ഹല്ലേലൂയ. ചെയ്യേണ്ട കാര്യത്തെ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവനാണ് ദൈവം. നോക്കിയാട്ടെ, യേശു കർത്താവിൽ എങ്ങനെയാണ് വെളിപ്പെട്ടത്? പാസ് ഓവർ ദിനത്തിനാണ്, പെസഹ ദിനത്തിനാണ് കൽവരി ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു മരിച്ചത്. എക്സാക്ട്ലി പാസ് ഓവർ ദിനത്തിനാണ് ഒരു കൂട്ട വിടുതൽ മിസ്രൈമിൽ ഉണ്ടായത്. ഒരിക്കൽ കൂടെ, ഒരു കൂട്ട വിടുതൽ മിസ്രൈമിൽ ഉണ്ടായത്. പറമക്കളെ, എത്ര വിടുതലാണ് ഉണ്ടായത്? 30 ലക്ഷം വിടുതലാണ് ഉണ്ടായത്. ഇന്ന് രാത്രി മോശമാർ കേൾക്കട്ടെ, നിന്റെ വിടുതൽ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല കുട്ടി. നിന്റെ വിടുതൽ 10,000-ങ്ങൾക്ക് വിടുതലായിരിക്കും. നിന്റെ വിടുതൽ അതെ ലക്ഷങ്ങൾക്ക് വിടുതലായിരിക്കും. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് അവനെ മോശെ എന്ന് പേരിട്ട്, അവൻ വെള്ളത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവനൊരു വാട്ടർ സ്പെഷ്യലിസ്റ്റ് ആയി തീർന്നു. എത്ര പേർ അത് കേട്ടിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാട്ടെ, ഞാനത് റിപ്പീറ്റ് ചെയ്യത്തില്ല. വെള്ളത്തെ രക്തമാക്കി തീർത്തു, കയ്പ് വെള്ളത്തെ മധുരമാക്കി തീർത്തു, കടൽ വെള്ളത്തെ വിഭാഗിച്ചു, പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ചു, പോരെങ്കിൽ വെള്ളം കുടിക്കാതെ ഉപവസിച്ചു. രണ്ടുപേരെ തൊട്ട് പറ, ചിലതിന് നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആണ്. പറ, ചിലതിന് നിങ്ങൾ സ്പെഷ്യലിസ്റ്റാണ്, ചിലതിന് നിങ്ങൾ സ്പെഷ്യലിസ്റ്റാണ്. നീ ക്യാൻസറിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി മുതൽ നീ തൊട്ടാൽ ക്യാൻസറുകൾ ഉരുകിയിരിക്കും, അഴിഞ്ഞിരിക്കും. നീ ആസ്മയിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ ആസ്മ രോഗികൾ കൂട്ടമായി വിടുതൽ പ്രാപിക്കും. നീ കുടുംബ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്നിലൂടെ 1000 വിടുവിക്കപ്പെടും. ഏത് തീയിൽ നിന്നാണ് നീ പുറത്തു വന്നത്? ഏത് വെള്ളത്തിൽ നിന്നാണ് പുറത്തു വന്നത്? ഏത് കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിൽ നിന്നാണ് നീ പുറത്തു വന്നത്? മനസ്സിലാക്ക്, വേറെ ഒരുത്തന്റെ മുൻപിലും അഴിയാത്ത കെട്ട് നിന്റെ കയ്യാൽ അഴിഞ്ഞിരിക്കും. പാസ് ഓവർ ദിനത്തിന് മോശയിതാ, അതെ പുറപ്പാടിൻ്റെ ദിനമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 1 2 മണ്ണല്ല 30 ലക്ഷമാണ്. ഓൺ എ സെക്കൻഡ് 30 ലക്ഷമാണ് ഒറ്റയടിക്ക് വിടുവിക്കപ്പെട്ടത്. ബാംഗ്ലൂർ കേട്ടോ, കർണാടക കേട്ടോ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഈ രാജ്യം കേട്ടോ, ഒറ്റ രാത്രി കൊണ്ട് 30 ലക്ഷത്തെ എൻ്റെ ദൈവം വിടുവിച്ചുവെങ്കിൽ ബേഥേൽ യേശു വിളിച്ചു പറ, കൂട്ട വിടുതൽ. ഒരിക്കൽ കൂടെ പറ, കൂട്ടമായി ജനം രക്ഷിക്കപ്പെടും, കൂട്ടമായി മാനസാന്തരപ്പെടും, കൂട്ടമായി സ്നാനപ്പെടും, കൂട്ടമായി വിടുതൽ പ്രാപിക്കും, കൂട്ടമായി സൗഖ്യം നടക്കും, കൂട്ടമായി കൂടി വന്ന് ഗ്രൗണ്ടുകളിൽ ഈ പട്ടണത്തെ ആരാധിക്കും. ഹല്ലേലൂയ. പാസ്ഓവർ ദിനത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. പാസ്ഓവർ ദിനത്തിലാണ് മോശയുടെ കോൺഗ്രിഗേഷൻ വിടുവിക്കപ്പെട്ട് അതേ അവർ പുറത്തേക്ക് വന്നത്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വന്നവർ ചെങ്കടലിന്റെ കരയിൽ അവർ ക്യാമ്പ് ചെയ്തത് അൺലീവൻ ബ്രെഡ്, അതേ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലാണ്. അവർ അനങ്ങാതെ, അവർ ചലിക്കാതെ, അവർ സ്തോത്രം ചെങ്കടലിന്റെ കരയിൽ അവർ ക്യാമ്പ് ചെയ്തത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലാണ്. സഹോദരി സഹോദരന്മാരെ, 2000 വർഷങ്ങൾ മുമ്പ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുളിപ്പെന്ന പാപമില്ലാത്തതായ ശരീരം അരിമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ ഇരുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. എന്നാൽ ഒരു പാസ് ഓവർ ഉണ്ടെങ്കിൽ ഒരു പെൻഡക്കോസ്റ്റ് ഉണ്ട്, ഒരു പാസ് ഓവർ ഉണ്ടെങ്കിൽ ഒരു ആദ്യബല പെരുന്നാളുമുണ്ട്. അർത്ഥം ഒരു ക്രൂസിഫിക്ഷൻ ഉണ്ടെങ്കിൽ ഒരു റിസറക്ഷൻ ഉണ്ട്. 3-ാം ദിവസമാണ് ആ വഴിയെ വിഭാഗിച്ച ചെങ്കടലെ എന്ന് പറഞ്ഞപ്പോൾ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്തോത്രം. 3-ാം ദിവസമാണ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത്. അർത്ഥം 3-ാം ദിവസമാണ് അരിമത്തിലെ യോസെഫിന്റെ കല്ലറയിൽ 50 പേർ ചേർന്ന് ഉരുട്ടി വച്ചിരുന്നതായ ആ കല്ലിനെ റോമ ഇമ്പീരിയൽ മുദ്രയെ പൊളിച്ച്
കർത്താവ് ഉയർത്തെഴുന്നേറ്റ സന്ദേശം പുറത്തേക്ക് വന്നത്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. യെസ്, അരിമത്തയിലെ യോസെഫിന്റെ കല്ലറ, ധനികന്റെ കല്ലറ ഇന്നും യെരുശലേമിൽ പോകുമ്പോൾ ഗാർഡൻ ടോം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. 33 കിലോഗ്രാം സ്പൈസസ് ആണ് സ്തോത്രം ആര് നിക്കോദീമോസ് കൊണ്ടുവന്നത്. ഞാൻ ആവർത്തിക്കുന്നു, 100 റാറ്റൽ 33 കിലോഗ്രാം സ്പൈസസ് ആണ് സ്തോത്രം അതേ നിക്കോദീമോസ് കൊണ്ടുവന്നത്. ആസ രാജാവിനില്ലാത്ത, പഴയ നിയമത്തിൽ ഏറ്റവും വലിയ അടക്കം ദാവീദിനല്ല, ശലോമോനല്ല, ആസ രാജാവിനാണ്. പഴയ നിയമത്തിൽ ഒരു രാജാവിനും കിട്ടാത്ത ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള അടക്കമായിരുന്നു യേശു കർത്താവിന് ലഭിച്ചത്. കാരണം നിക്കോദീമോസിനും അരിമത്തയിലെ യോസെഫിനും നിർബന്ധമായിരുന്നു, കർത്താവിന് ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത് ചെയ്യണം. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നത് നല്ല പ്രസംഗിക്കണമെന്ന്, പാടണമെങ്കിൽ നല്ല പാടണമെന്ന്. ദൈവം നിന്നെ ഉപയോഗിക്കേണ്ട ഒരു രഹസ്യം ഞാൻ പറയാം. നീ ഒരു പാനീയ യാഗമായി എഴുന്നേറ്റ് നിൽക്കണം. അതങ്ങ് പൊട്ടിച്ച് അവസാനത്തുള്ളിയും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അവസാനത്തുള്ളിയും ഈ ലാസ്റ്റ് സെഷനിലൊന്ന് ഒഴുകട്ടെ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞോട്ടെ, ചെയ്യുന്നെങ്കിൽ നന്നായി ചെയ്താട്ടെ. പെട്ടെന്ന് പറ, ചെയ്യുന്നെങ്കിൽ നന്നായി ചെയ്താട്ടെ, ചെയ്യുന്നെങ്കിൽ നന്നായി ചെയ്താട്ടെ. കാരണം അവൻ നമുക്ക് വേണ്ടി ചെയ്തപ്പോൾ അവൻ നന്നായിട്ടാണ് ചെയ്തത്. അവൻ തൻ്റെ രക്തത്തിൻ്റെ നീക്കിയിരിപ്പ് കൊണ്ടുപോയില്ല. അവൻ തൻ്റെ രക്തത്തിൻ്റെ നീക്കിയിരിപ്പ് കൊണ്ടുപോയില്ല. ആരെങ്കിലും ആമേൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ തൻ്റെ രക്തത്തിൻ്റെ ബാക്കി നീക്കിയിരിപ്പ് കൊണ്ടുപോയില്ല. അവസാനത്തുള്ളി രക്തം വരെ കർത്താവായ യേശു ക്രിസ്തു അതേ നമുക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ തേജസ്സിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഈ തലമുറയിൽ ഏറ്റവും നല്ലത് ചെയ്താണ് നിക്കോദീമോസ്. അരിമത്തയിലെ യോസെഫ് ആ ബോഡിയെ കെയർ ചെയ്തു. ഒരു 4 പേരെ തൊട്ട് ശബ്ദമുയർത്തി വിളിച്ചു പറയണം, നമ്മൾ ബോഡിയെ കെയർ ചെയ്യണം. പെട്ടെന്ന് പറഞ്ഞേ, യെസ് 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 യെസ്. ബദേൽ ബദേൽ ബദേൽ. നിങ്ങൾ ഈ ബോഡിയെ കെയർ ചെയ്യണം. ബോഡി ഓഫ് ക്രൈസ്റ്റിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. ബോഡി ഓഫ് ക്രൈസ്റ്റിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. നിന്റെ കെട്ടഴിയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരികയാണ്, നിന്റെ തലമുറയുടെ പ്രശ്നം ഇന്ന് രാത്രി വിട്ടുമാറുകയാണ്. നീ അവന്റെ ശരീരത്തെ കെയർ ചെയ്യുമ്പോൾ സ്വർഗം നിന്നെ കെയർ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഒരു ഇതിൽ കണ്ണിയല്ല. ചിലത് ഇട്ടതായി വന്നു പറ്റാൽ അവൻ ഊറ്റും. പുൽപ്പിറ്റിന് ഊറ്റുന്നതല്ല ജീവിതം. നിങ്ങൾ മിണ്ടണ്ട. അതേ, പുൽപ്പിറ്റിന് ഊറ്റുന്നതല്ല ജീവിതം, പടത്തെ ഊറ്റുന്നതല്ല ശുശ്രൂഷ. പകരം ദൈവകൃപയാൽ ഞാൻ ഒരു ഓർക്കിഡാണ്. ഞാൻ അല്പം എടുക്കുന്നതിനേക്കാൾ അധികം ഞാൻ തരുന്നവനാണ്. മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞേ, അതാണ് ശുശ്രൂഷ. കേട്ടവന് മനസ്സിലായ റാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്ക് നേരെയല്ല, ഞാൻ പെട്ടെന്ന് പറയട്ടെ. സോ യേശു കർത്താവ് പാസ്ഓവർ ദിനത്തിന് മരിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ കർത്താവ് യേശു ക്രിസ്തു അടക്കം ചെയ്യപ്പെട്ടു. തൊട്ടടുത്ത ദിവസം ആദ്യ പല പെരുന്നാളിന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. ആദ്യ പല പെരുന്നാളിന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. അങ്ങളെ 5 മിനിറ്റ്, ചിലപ്പോൾ ഇതിൽ 5 മിനിറ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ സ്തോത്രം എൻ്റെ 5 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം അതെ, അങ്ങളെ 5 മിനിറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പാസ്ഓവർ ദിനത്തിന്, പെസഹ ദിനത്തിന് രാവിലെ 9 മണിക്ക് സ്തോത്രം ദേവാലയത്തിൽ കയ്യഫാവിൻ്റെ നേതൃത്വത്തിൽ യാഗങ്ങൾ ആരംഭിച്ചു. രാവിലെ 9 മണിക്ക് യാഗങ്ങൾ ആരംഭിച്ചപ്പോൾ എക്സാക്റ്റ്ലി പട്ടണത്തിൻ്റെ പുറത്ത് രാവിലെ 9 മണിക്ക് 2 കള്ളന്മാരുടെ നടുവിൽ ആ ക്രൂശിന് എടുത്ത് 1 മീറ്റർ ആഴമുള്ളതായ ആ കുഴിയിലേക്ക് ഇട്ടു. കുഴിയിലേക്ക് ആ ക്രൂശ് ഇട്ടപ്പോൾ ആ ശരീരം വല്ലാതെ വലഞ്ഞ് ആ ഷോൾഡർ ബോൺ ഡിസ്ലൊക്കേറ്റായി. ചതറിയ ബന്ധങ്ങൾ ഇന്ന് രാത്രി ചേർന്ന് വരട്ടെ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉലഞ്ഞ് ആ ബോഡി ആ ക്രൂശിന് 6 മണിക്കൂർ നിന്നു. രാവിലെ 9 മണിക്കാണ് ദേവാലയത്തിൽ യാഗങ്ങൾ ആരംഭിക്കുന്നത്. 9 മണിക്കാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടത്. ട്രഡീഷൻ അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച് ഉച്ചയ്ക്ക് 3 മണി ആകുമ്പോൾ പാസ്ഓവറിൻ്റെ പെസഹായുടെ അവസാനത്തെ ആടിനെ മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി യാഗം കഴിക്കും. അവസാനത്തെ ആടിനെ യാഗം കഴിച്ച് താൻ ഓടി വന്ന് പ്രാകാരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നതായ ആ വാതിലിൽ തൻ്റെ 2 കരങ്ങളെ ഇങ്ങനെ സ്തോത്രം വിരിച്ചിട്ട് താൻ
പറയും ഇന്നത്തെ യാഗങ്ങൾ സമാപിച്ചിരിക്കുന്നു. നോക്കിയാട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് 3 മണിയായപ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തൻ്റെ വിരിച്ച ആ കരങ്ങളെ നന്നായി തന്നെ ക്രൂശിനോട് ചേർത്ത് വിരിച്ച കരങ്ങളിൽ തൂങ്ങി നിന്ന കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവൃത്തിയായി. യേശു പറഞ്ഞത് യവന്മാരെല്ലാം കൂടെ എന്നെ തീർത്തെന്നല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യേശു കർത്താവ് പറഞ്ഞത് യവന്മാരെല്ലാം കൂടെ എന്നെ തീർത്തു എന്നല്ല, പകരം സകലതിനെ ഞാൻ തീർത്തു. ഒരിക്കൽ കൂടെ, യവന്മാരല്ല എന്നെ തീർത്തെന്നല്ല, ഞാൻ തീർത്തു. ഒന്നും തോന്നുന്നില്ലേ? ആർക്കും നിന്നെ തീർക്കാൻ പറ്റത്തില്ല. ഒരു അപവാദത്തിന്, ഒരു ഗോസിപ്പുകാരന്, ഒരു മഞ്ഞപത്രത്തിന്, ഒരു പെന്തിക്കോസ് മാഫിയയ്ക്ക് നിന്നെ തീർക്കാൻ പറ്റത്തില്ല. കാരണം ക്രൈസ്റ്റ് നിന്റെ ആൽഫയാണ്, അവൻ നിന്റെ ഒമേഗയാണ്. കൈയടിക്കുന്ന നേരെ കൈയടിക്കണം, കൈയടിക്കുന്നെങ്കിൽ ആ നേരെ കൈയടിക്കണം. ആർക്കും ഒരുത്തനും നിന്നെ തീർക്കാൻ കഴിയില്ല. ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് നിന്നെ കർത്താവ് കണ്ടപ്പോൾ വലിയൊരു പാക്കറ്റായിട്ടാണ് കണ്ടത്, വലിയൊരു പാക്കേജ് ആയിട്ടാണ് കണ്ടത്. ആ പ്രവൃത്തി വല്ലവനും ചെയ്യുന്നത് നീ കാണത്തില്ല. ആ പാക്കേജ് മുഴുവൻ നീ ഫിനിഷ് ചെയ്യുന്നത് അതേ ലോകം മുഴുവൻ കാണുവാൻ വേണ്ടി പോകുകയാണ്. സകലത്തെ നീ ഫിനിഷ് ചെയ്യും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. യേശു കർത്താവ് ഉച്ചയ്ക്ക് ശേഷം 3 മണിയായപ്പോൾ പറഞ്ഞു, സകലതും നിവർത്തിയായി. എന്നിട്ട് ആർത്തനാദത്തോടെ ഉച്ച നിലവിളിയോട് യേശു ക്രൂശിന്മേൽ മരിച്ചു. ഒരിക്കൽ കൂടെ പറയട്ടെ, അവനെ കൊന്നതല്ല, അവൻ മരിച്ചത് അത്രേ. അവൻ്റെ ബോഡിയെ ആ ശരീരത്തിൽ നിന്ന്, ആ ക്രൂശിൽ നിന്നെടുത്ത്, ആ ബോഡിയെ ക്രൂശിൽ നിന്നെടുത്ത് ശീലകളിൽ പൊതിഞ്ഞ്, സ്തോത്രം, ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ കൊണ്ടുപോയി വച്ചു. അങ്കിൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ആരും കിടക്കാത്ത ഗർഭപാത്രത്തിൽ കിടന്നവൻ, ആരും ഇരിക്കാത്ത കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുന്നവൻ, ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ അവൻ്റെ ശരീരത്തെ വച്ചു. നല്ല ആരോഗ്യമുള്ള സ്തോത്രം 50ഓളം പേർ കാളവണ്ടി ചക്രത്തെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതായ, വണ്ടിച്ചക്രത്തെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതായ ആ കല്ലിനെ വിലാപ ഗാനങ്ങൾ പാടി തള്ളി, സ്തോത്രം, കല്ലറയെ അടച്ചിട്ട് അവർ കടന്നുപോയി. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശവദാരം വെച്ച്. പക്ഷെ ശനിയാഴ്ചയായപ്പോൾ യഹൂദ മതാനുസാരികളുടെയും കയ്യഫാവിൻ്റെയും അന്നാവിൻ്റെയും BP കൂടി. അവരിങ്ങനെ പറഞ്ഞു, യവൻ പറഞ്ഞതെല്ലാം ഒത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ, യവൻ പറഞ്ഞതെല്ലാം ഒത്തിട്ടുണ്ട്. യവൻ പറയുന്നത് അതുപോലെ നടക്കും. യവൻ നടക്കുന്നതേ പറയത്തുള്ളൂ, പറയുന്നതേ അവൻ ചെയ്യത്തുള്ളൂ. ഒരിക്കൽ കൂടെ, യവൻ ചെയ്യുന്നതേ പറയത്തുള്ളൂ, പറയുന്നതേ ചെയ്യത്തുള്ളൂ. എല്ലാവരും ഒരിക്കൽ കൂടെ, ഇവൻ ചെയ്യുന്നതേ പറയത്തുള്ളൂ, ഇവൻ പറയുന്നതേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ പലപ്പോഴായി വലിയ കൂട്ടത്തിൽ ചെറിയ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹി ഷാൽ റൈസ് അഗൈൻ. അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ശനിയാഴ്ച ആയപ്പോൾ അതേ മതാനുസാരികളെല്ലാം കൂടെ അന്റോണിയോ ഫോർട്രസിൽ പിലാത്തോസിൻ്റെ കൊട്ടാരത്തിന്, പിലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് ആ മഹാപുരോഹിതനും പരിവാരങ്ങൾ, എല്ലാവരും പറഞ്ഞ പരിവാരങ്ങൾ, സ്തോത്രം, അവർ കടന്നു വരികയാണ്. അവർ കടന്നു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, പിലാത്തോസേ, സ്തോത്രം, നമുക്ക് ആ കല്ലറയൊന്ന് ഉറപ്പിക്കണം. ഞാൻ അത് വായിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം ജീവനുള്ള യേശുവിനേക്കാൾ വളരെ ഡേഞ്ചറസ് ആണ് മരിച്ച യേശു. യേശു മരിച്ചത് കൊണ്ടാണ് പിശാചിൻ്റെ തല തകർന്നത്. യേശുവിൻ്റെ മരണത്തിലാണ് പാതാള ഗോപുരങ്ങൾ ചിതറിയത്. കല്ലറയെ ഉറപ്പിക്കണം. കർത്തദാസനെ കല്ലറ ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോട് പിലാത്തോസിനോട് കല്ലറ ഉറപ്പിക്കണം. അപ്പോൾ പിലാത്തോസിന് ഒരു സിഗ്നേറ്ററി റിംഗ് ഉണ്ട്, മുദ്രമോതിരം എന്ന് ഹഗായി പറയുന്നു. സ്തോത്രം, അത് ആത്മീയ അർത്ഥമാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് പ്രസംഗിക്കാം. സ്തോത്രം, മുദ്രമോതിരം. എല്ലാവരും പറഞ്ഞാട്ടെ, മുദ്രമോതിരം. അതെ, സ്തോത്രം. 2 പേര് തൊട്ട് പറ, നീ ദൈവത്തിൻ്റെ മുദ്രമോതിരമാണ്. പറ, യെസ്, നീ ദൈവത്തിൻ്റെ സിഗ്നേറ്ററി റിങ്ങാണ്. സൂക്ഷിച്ച് സംസാരിക്കണം. നീ ദൈവത്തിൻ്റെ മുദ്രമോതിരമാണ്. കാരണം നീ പറയുന്നത് നടന്നിരിക്കും.
ഹല്ലേലൂയ. പട്ടണത്തിൽ നീ പറയുന്നത് നടന്നിരിക്കും. ഓക്കെ, പെട്ടെന്ന് പറയാം. സ്തോത്രം. പിലാത്തോസിനോട് പറഞ്ഞു, നിന്റെ സിഗ്നേറ്ററി റിങ് ഞങ്ങൾക്ക് ഒന്ന് തരണം. അപ്പോൾ പിലാത്തോസ് പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ. എനിക്ക് പേടിയില്ല, പക്ഷേ മുഖം ഒന്ന് വാടിയിട്ടുണ്ടല്ലോ. അതെ, എനിക്ക് എത്ര കൈ കഴുകിയിട്ടും തൃപ്തി വരുന്നില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ എൻ്റെ പെണ്ണുമ്പിള്ള കിടന്നുറങ്ങി, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ കൈ കഴുകലാണ്. അന്യൻ്റെ രക്തം ചൊരിഞ്ഞവനെ, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തൊരു ശാന്തത. അല്ല, നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? കേക്ക്. അന്യൻ്റെ, കുറ്റമില്ലാത്തവൻ്റെ രക്തം ചൊരിഞ്ഞവനെ, നിന്റെ സ്വസ്ഥത ക്യാൻസലാണ്. രാത്രി മുഴുവൻ വെള്ളിയാഴ്ച രാത്രി മുഴുവൻ ഞാൻ കൈ കഴുകിയായിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ല. കാരണം കുറച്ച് കഴുകിയിട്ട് പിന്നെ വന്ന് നോക്കുമ്പോഴേക്കും രക്തം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വീണ്ടും ഉറക്കം മാറ്റി വെച്ചിട്ട് പോയി കൈ കഴുകിയായിരുന്നു. സ്തോത്രം. പക്ഷെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഓഫീസ് അന്റോണിയോ ഫോർട്രസ് ആണ്. ആ കോട്ടയിൽ പോയി എൻ്റെ സിഗ്നേറ്ററി റിങ് നിങ്ങൾക്ക് വാങ്ങാം. അവരത് വാങ്ങിയിട്ട് ഇന്നത്തെ ഫെവിക്കോൾ പോലെയുള്ളതായ ഒരു പ്രത്യേക ദ്രാവകമെടുത്ത്, നല്ല വലിയ കയറെടുത്ത് തലങ്ങും ആ സ്തോത്രം കല്ലറയെ നന്നായി ചുറ്റി കെട്ടി ആ കല്ലിനെ ചേർത്ത് വെച്ച് ഈ ദ്രാവകത്തെ കല്ലിൻ്റെ ചുറ്റും വെച്ചിട്ട് സ്തോത്രം മോതിരം വെച്ച് 1 2 3 4 എന്ന് പറഞ്ഞ് മുദ്ര വെച്ച്, അതാണ് റോമൻ ഇമ്പീരിയൽ മുദ്ര. കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, റോമൻ ഇമ്പീരിയൽ മുദ്ര വെച്ച് കല്ലറയെ ഉറപ്പാക്കി. എന്നിട്ട് കാവൽക്കാരിയെ നിർത്തി. ഇനിയാണ് രസം. ആരെങ്കിലും ആ മുദ്രയിൽ തൊട്ടാൽ ഓൺ ദ സ്പോട്ട് അവനെ വെട്ടിക്കൊല്ലും. ആർക്കും അവിടുന്നോട്ട് അടുക്കാൻ പറ്റത്തില്ല. റോമൻ പടയാളികൾ ഗാർഡ് നിൽക്കുകയാണ്. തിന്മക്കായിട്ടാണ് ഗാർഡ് ചെയ്യപ്പെട്ടത്. പക്ഷെ നമുക്കറിയാം, അകത്തിരിക്കുന്നത് രാജാവാ. അവർ തിന്മയ്ക്കായി നിനക്ക് ചെയ്യുന്നത് എൻ്റെ കർത്താവ് നന്മയ്ക്കായി തിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. അകത്തിരിക്കുന്നത് രാജാവാ. ചുമ്മാ കൊണ്ടുപോയി അടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഗാർഡ് നിൽക്കുകയാണ്. റോമൻ ഇമ്പീരിയൽ മുദ്ര വച്ചിരിക്കുകയാണ്. സ്തോത്രം. അതെ. സോ അവിടുത്തെ സാഹചര്യം പറഞ്ഞിട്ട് ഞാൻ തിരുവചനത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പിരിയാം. സ്തോത്രം. അപ്പോൾ തകർന്ന ശരീരം വരിഞ്ഞു മുറുകി കെട്ടിയിരിക്കുകയാണ്. വലിയ കല്ലാണ്. മുദ്ര വച്ചിരിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാവൽ പടയാളികളുണ്ട്. പക്ഷെ എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു. അർത്ഥം ഇതാണ്. എത്ര നീ തകർന്നാലും, എത്ര കെട്ടിയാലും, എത്ര തകർന്നാലും, എത്ര വരിഞ്ഞു മുറുകി കെട്ടിയാൽ, എത്ര വലിയ ഇടർച്ചക്കല്ലെന്നതിന് മുൻപിലുണ്ടെങ്കിൽ, എത്ര വലിയ മുദ്രയുണ്ടെങ്കിൽ, ആരൊക്കെ പിടിച്ചു നിർത്താൻ കാത്തിരുന്നാലും, ദൈവവചനം, തിരുവചനം നീ നിവർത്തിയാക്കിയോ, യു ആർ അൺസ്റ്റോപ്പബിൾ. തിരുവചന പ്രകാരം നീ നിന്നോ, വചനത്തിൽ നിന്നോ, നീ അൺസ്റ്റോപ്പബിൾ ആണ്. 3 പേരെ തൊട്ട് പറ, നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. പറ, യു ആർ അൺസ്റ്റോപ്പബിൾ, യു ആർ അൺസ്റ്റോപ്പബിൾ, യു ആർ അൺസ്റ്റോപ്പബിൾ. നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. അങ്ങളെ ഞാൻ നിർത്തി. ഒരു കാര്യം കൂടെ. സ്തോത്രം. അതെ, 3 മിനിറ്റേ ആയുള്ളൂ. അങ്ങളെ നേരത്തെ പറഞ്ഞ 5 മിനിറ്റ്, 3 മിനിറ്റേ ആയുള്ളൂ. ഇനി 2 മിനിറ്റ് കൂടെ. സ്തോത്രം. അതെ സ്തോത്രം. നിങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. ബുൾഡൗസറുകൾ കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, നീ പരിശുദ്ധാത്മാവിൻ്റെ ബുൾഡൗസറാണ്. നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ലോ. നിന്നെ തടയുവാൻ ആർക്കും കഴിയാത്തില്ല. യു ആർ അൺസ്റ്റോപ്പബിൾ. സോ തിരുവചന പ്രകാരം അവൻ മരിച്ചു, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഏറ്റവും ബെസ്റ്റ് പാർട്ട് പാസ് ഓവർ ദിനത്തിന്, പെസഹ ദിനത്തിനാണ് കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അടക്കം ചെയ്യപ്പെട്ടത്. 2ാമത്തെ ദിവസം സ്തോത്രം. അതെ, അൺലീവൻ ബ്രെഡ്, പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ. അതെ, 3ാമത്തെ ദിനം ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫല പെരുന്നാൾ. അപ്പോൾ ഈ ക്രൂശീകരണമൊക്കെ കണ്ട് നേരത്തെ ദേവാലയത്തിലേക്ക് കയ്യഫാവ് ഓടിക്കഥ ചെത്തി അവസാനത്തെ പാസോവർ ലാമ്പിനെ അവന് സ്തോത്രം യാഗമൊക്കെ കഴിച്ച് ഇറ്റ് ഈസ് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്തോത്രം കയ്യഫാവും അവൻ്റെ പരിവാരങ്ങളും, ശബ്ദമുയർത്തി പറഞ്ഞ പരിവാരങ്ങൾ സ്തോത്രം. അതെ, അവന് ആ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അത്
ദേവാലയത്തിൻ്റെ ഒരു കസ്റ്റമാണ്, ദേവാലയത്തിൻ്റെ ട്രഡീഷനാണ്, പാരമ്പര്യമാണ്. സ്തോത്രം. ആ ടെമ്പിൾ മൗണ്ടിൽ നിന്ന് അവരിതാ പുറത്തേക്കിറങ്ങി, ആ പരിവാരങ്ങളുമായി മഹാപുരോഹിതൻ പുറത്തേക്കിറങ്ങി. അവൻ പോകുന്ന ആ പോക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊണ്ടുപോവാ? ആ പറഞ്ഞു, നാളെ സ്തോത്രം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്, പക്ഷേ മറ്റന്നാൾ ആദ്യ പല പെരുന്നാളാണ്. അതിനു വേണ്ടി ഉള്ളതായ ഒരു ചില കാര്യാദികൾ ചെയ്യാനുണ്ട്. അവനിതാ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങി. ആ കിദ്രോൻ താഴ്വരയിൽ നിന്ന് മേലോട്ട് കയറി. സ്തോത്രം. അതേ പൊതുവകയല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ടെമ്പിളിൻ്റെ വകയായി, ദേവാലയത്തിൻ്റെ വകയായിട്ടുള്ള കുറച്ച് സ്ഥലം അവിടെയുണ്ട്. അവിടെ ഒരു യവം കൃഷി ചെയ്തിട്ടുണ്ട്, ബാർലി കൃഷി ചെയ്തിട്ടുണ്ട്. കൊയ്ത്തിൻ്റെ ആരംഭം ആ നിലത്ത് നിന്നാണ് ആരംഭിക്കേണ്ടത്. അങ്ങനെ അത് വേറൊരു പ്രസംഗമാണ്. സ്തോത്രം. അർത്ഥം, അനുഗ്രഹം വേണമെങ്കിൽ ആദ്യം ദശാംശം മാറ്റിവെക്കണം. ആദ്യം സ്തോത്ര കാഴ്ച മാറ്റി വയ്ക്കണം. എന്തൊരു കഷ്ടപ്പാട്! ആരും മിണ്ടുന്നില്ലല്ലോ കർത്താവേ. ഇവർ മനസ്സാന്തരപ്പെട്ടു കർത്താവേ. ഇവരെ പേഴ്സും കൂടെ മനസ്സാന്തരപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു കർത്താവേ. കേട്ടവർ ആമേൻ പറഞ്ഞാടെ. സോ ആദ്യത്തെ കൊയ്ത്തിന് വേണ്ടി, ആദ്യത്തെ കൊയ്ത്ത് ടെമ്പിളിൻ്റെ വകയുള്ളതായ യവക്കൊയ്ത്താണ് ആദ്യത്തെ കൊയ്ത്ത്. രണ്ടാമത്തെ കൊയ്ത്ത് ഗോതമ്പ് കൊയ്ത്താണ്, അത് പിന്നെ പറയാം. സ്തോത്രം. അതെ, യവക്കൊയ്ത്തിൻ്റെ ആരംഭമായി ആ ടെമ്പിളിൻ്റെ ദേവാലയത്തിൻ്റെ പ്രോപ്പർട്ടിയാകുന്ന, ദേവാലയത്തിൻ്റെ വകയാകുന്ന ആ പ്രോപ്പർട്ടിയിലേക്ക് മഹാപുരോഹിതനും അവൻ്റെ പരിവാരങ്ങളും 2000 വർഷങ്ങൾക്ക് മുമ്പ് പാസ്സോവർ ദിനത്തിൻ്റെ, പെസഹ ദിനത്തിൻ്റെ ആ ദിവസം വൈകിട്ട് 3 മണിയായപ്പോൾ അവർ നടന്നു പോകുകയാണ്. സ്തോത്രം. ക്രൂശിലിൻ്റെ ചുവട്ടിൽ നിന്ന് ഓടി വന്നു. കയ്യഫാവ് വന്നു കാണും. ദേവാലയത്തിൻ്റെ ശുശ്രൂഷ സ്തോത്രം ചെയ്തു തീർത്തു. എന്നിട്ട് ട്രഡീഷൻ അനുസരിച്ച് ടെമ്പിളിൽ നിന്ന് പരിവാരങ്ങളുമായി പുറത്തേക്കിറങ്ങി കിദ്രോൻ താഴ്വരയിലൂടെ നടന്നു. ആ സ്തോത്രം ഒലിവുമലയുടെ താഴ്വരയിലുള്ളതായ ആ യവക്കൊയ്ത്തിൻ്റെ ബാർലി ഫീൽഡിലേക്ക്, യവത്തിൻ്റെ ഫീൽഡിലേക്ക്, ആ വയലിലേക്ക് കയറി ചെന്നു. 10 കറ്റ അവൻ കെട്ടിവെക്കണം. നന്നായി കതിരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ 10 കറ്റകൾ കെട്ടിവെക്കണം. ശബ്ദമുയർത്തി പറഞ്ഞ് 10 കറ്റ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ, ഞാൻ നിർത്തി. ആ 10 കറ്റ കുനിഞ്ഞിങ്ങനെ കെട്ടി വച്ച് അവസാനത്തെ ഏകദേശം ആ കറ്റ ഇങ്ങനെ കെട്ടി തീരാറായപ്പോൾ സുനിൽ പാസ്റ്ററെ, അയ്യോ ഭയങ്കര ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. ഭയങ്കര ഭൂമി കുലുക്കം. നിങ്ങൾക്കറിയാം ആ ഭൂമി കുലുക്കം എങ്ങനെയാണ് ഉണ്ടായത്? കാരണം ആർദ്രനാദത്തോടെ ദൈവത്തിൻ്റെ കുഞ്ഞാട് മരിച്ചപ്പോൾ 7 കാര്യങ്ങൾ അവിടെ നടന്നു. അതിലൊരു കാര്യമാണ് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ഭൂമി കുലുങ്ങി. കയ്യഫാവ് നിന്ന് കുലുങ്ങിയാണ്, പരിവാരങ്ങൾ കുലുങ്ങിയാണ്. അവർ പറഞ്ഞു ഭൂമി കുലുങ്ങിയാണ്. കറ്റ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭൂമി കുലുങ്ങിയാണ്. ഉയർക്കാനായി അവൻ മരിച്ചപ്പോഴേക്കും, ഒരിക്കലും കൂടെ, ഉയർക്കാനായി അവൻ മരിച്ചപ്പോഴേക്കും ഭൂമി കുലുങ്ങിയാണ്. ജീവന്റെ അധിപതി കയറി എന്ന് വരുന്നതിനാൽ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവൻ താഴേക്ക് ഇറങ്ങിയപ്പോഴാ ഭൂമി കുലുങ്ങിയത്. ഓ കമാൻ. അവൻ താഴേക്ക് ഇറങ്ങുമ്പോഴാ ഭൂമി കുലുങ്ങുന്നത്. ഭൂമി കുലുങ്ങി. 10 കറ്റകളെ സ്തോത്രം അവിടെ കെട്ടിവെച്ചു. സ്തോത്രം. യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. രാവിലെ പറഞ്ഞ അടക്കമെല്ലാം അവിടെ നടക്കുന്നു. കയ്യഫാവ് കിദ്രോൻ താഴ്വരയിലേക്ക് താഴെ ഇറങ്ങി. സ്തോത്രം. കിദ്രോൻ താഴ്വരകളിൽ നിന്ന് വീണ്ടും ടെമ്പിൾ മൗണ്ടിലേക്ക്, ദേവാലയത്തിലേക്ക് മേലെ കയറി ചെന്ന് ഹാവു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ദേവാലയത്തിലേക്ക് ചെന്ന് കയറുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് അതാ സംഭവിച്ചിരിക്കുന്നതാ. ദേവാലയത്തിൻ്റെ തിരശ്ശീല ആ ആൻറ്റി പറഞ്ഞതുപോലെ രണ്ടായി പിളർന്ന് കിടക്കുന്നു. അപ്പോഴാണ് ജനം കണ്ടത് അകത്ത് പെട്ടകമില്ല. അത് വേറൊരു പ്രസംഗം. അകത്ത് പെട്ടകമില്ല. പലതും പൊള്ളയാണ് ദൈവമക്കളെ, ദൈവദാസന്മാരെ, പലതും പൊള്ളയാ. ഈ ദിവസങ്ങളിൽ ചിലതെല്ലാം വലിച്ചു കീറി കർത്താവ് കാണിക്കും. ദൈവഭയം നിനക്ക് വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ശുശ്രൂഷ ബിസിനസ് അല്ല, ശുശ്രൂഷ പേരിനല്ല, ശുശ്രൂഷ പ്രസിദ്ധിക്കല്ല, ശുശ്രൂഷ പെണ്ണിനല്ല, ശുശ്രൂഷ പണത്തിനല്ല, ശുശ്രൂഷ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഞാനോ കുറയണം, യേശു നിന്നിൽ വളരണം. വലിച്ചു കീറി കാണിച്ചു. സ്തോത്രം. അയ്യോ കയ്യഫാവ് 300 പുരോഹിതന്മാര് കയ്യഫാവ് പറഞ്ഞു കാണും, കുത്തിത്തയ്ക്കണോ, കുത്തിത്തയ്ക്കണോ, കുത്തിത്തയ്ക്കണോ. നാട്ടുകാർ കാണുന്നതിന് മുമ്പ് ഇതിനെ വീണ്ടും കുത്തിത്തയ്ക്കണോ. മനസ്സിലായില്ലയോ? അന്ന് രാത്രിയും ഉറങ്ങിയില്ല, തലേ ദിവസം രാത്രി ഉറങ്ങിയില്ല.
ഇന്ന് രാത്രിയും കുത്തിത്തയ്ക്കൽ മിനിസ്ട്രി ഇൻ്റർനാഷണൽ www.കുത്തിത്തയ്ക്കൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. പിറ്റേ ദിവസം സ്തോത്രം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ടോമാഞ്ചെറിയിൽ ടോമിരുന്ന് കിതയ്ക്കുന്ന പോലെ കയ്യഫാവ്. വല്ലാത്ത കഷ്ടകാലം. സ്തോത്രം. പിറ്റേ ദിവസം കല്ലറ ഉറപ്പാക്കി. പാസ് ഓവർ കഴിഞ്ഞു, പെസഖ കഴിഞ്ഞു, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞു. സ്തോത്രം. മൂന്നാമത്തെ ദിവസം സ്തോത്രം ഞായറാഴ്ച അതിരാവിലെ 4 യാമമാകുന്നതിന് മുമ്പ് മഹാപുരോഹിതനും പരിവാരങ്ങളും ഉണർന്നെഴുന്നേൽക്കണം. ഞാൻ നിർത്തി 1 മിനിറ്റ്. സ്തോത്രം. അതെ, പരിവാരങ്ങളും 4 യാമം 3 AM രാവിലെ 3 മണിയാകുന്നതിന് മുൻപ് ഉയർത്തെഴുന്നേൽക്കണം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, യെരുശലേമിലേക്കൊന്ന് നോക്കിക്കേ, പെട്ടെന്ന് പറ. യെരുശലേമിലേക്ക് നോക്കുമ്പോൾ 3 സ്ഥലത്ത് വെളിച്ചമുണ്ട്. അങ്ങളെ ഞാൻ നിർത്തി, ഇതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. 3 സ്ഥലത്ത് വെളിച്ചമുണ്ട്. 3 മണിക്ക് മുമ്പായപ്പോൾ 3 സ്ഥലത്ത്, കുറഞ്ഞത് 3 വീടുകളിൽ വെളിച്ചമുണ്ട്. ഒന്നാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവനിതാ കൈകഴുകലാണ്. പുള്ളി ഉറങ്ങിയിട്ട് ഒരു 2 ദിവസമായി. പുള്ളി സർഫിട്ടും വിമ്മിട്ടും ഹാൻഡ് വാഷ് ഇട്ടും സാനിറ്റൈസർ. കൈ കഴുകലാണ്. ആരായിരിക്കും അത്? പറ. ശബ്ദം. നിങ്ങളെ ബന്ധുവൊന്നും അല്ലല്ലോ, ഒന്ന് പറഞ്ഞേ. പിലാത്തോസ് കൈ കഴുകിയാണ്. അതുകൊണ്ടാണ് അവിടെ വെളിച്ചം. കാരണം അത് ആ മറിയയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ, മർക്കോസിൻ്റെ മാളികമുറിയോട് ചേർന്നിരിക്കുന്ന മറിയയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഉണർന്നെഴുന്നേറ്റത് മദ്ദലക്കാരത്തി മറിയയാണ്. സഹോദരി, എന്താ നേരത്തെ എണീറ്റ്? അതെ, എനിക്ക് കല്ലറയ്ക്കൽ പോകാൻ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, എനിക്കൊരു ശുശ്രൂഷയുണ്ട്. ഈ സ്നേഹത്തിൻ്റെ കാലുകൾക്ക് വേഗത കൂടുതലായിരിക്കും. അതുകൊണ്ട് രാവിലെ 3 മണിക്ക് മുമ്പ് അവർ ഉണർന്നെഴുന്നേറ്റ്, അവൾക്കുള്ളത് നിക്കോദീമോസ് കൊടുത്തതുപോലെ 33 കിലോഗ്രാം ഒന്നുമില്ല, അവൾക്കുള്ള കുറച്ചായിരിക്കാം. അതുകൊണ്ട് അവൾ പുറപ്പെടുകയാണ്. 3-ാമത്തെ സ്ഥലം സ്തോത്രം, പരിവാരങ്ങളും കയ്യഫാവുമായി ഇതാ ടെമ്പിളിലേക്ക് വരികയാണ്. അവരെന്തിനാ അത്ര രാവിലെ ടെമ്പിളിലേക്ക് വരുന്നത്, ദേവാലയത്തിലേക്ക് വരുന്നത്? മെനിഞ്ഞാന്നേ പാസ് ഓവറിന് 10 കറ്റകളെ കെട്ടി നിർത്തിയത് നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് മുറിച്ചെടുക്കണം. ഇന്ന് സൂര്യ ഉദയത്തിന് മുൻപ് അതിനെ അറുത്തെടുക്കണം. ഇന്ന് സൂര്യോദയത്തിന് മുമ്പ് അത് മുറിച്ചെടുക്കണം. അതാണ് കൊയ്ത്തിന്റെ ഉദ്ഘാടനം. ഇത് ദേവാലയത്തിലേക്ക് വരേണ്ട കതിരാണ്. ഒന്നാമത് ദേവാലയത്തിൻ്റെ ഭണ്ഡാരം നിറയണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ കതിര് മുറിച്ചെടുക്കണം. അതിനുവേണ്ടി പരിവാരങ്ങളും അതേ കയ്യഫാവുമായി ടെമ്പിളിൽ വന്ന് സ്തോത്രം അവരവിടെ ഗ്യാദർ ചെയ്തിട്ട് അന്ന് സ്തോത്രം വീണ്ടും അവർ ആ കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങി ഒലിവുമലയുടെ താഴ്വര മേലേക്ക് കയറി ആ സ്തോത്രം ടെമ്പിൾ പ്രോപ്പർട്ടി ആയിരിക്കുന്ന ആ യവത്തിൻ്റെ വയലിലേക്ക് കയറി ചെന്ന് സ്തോത്രം തൻ്റെ കയ്യിലുള്ള അരിവാള് കൊണ്ട് കഴിഞ്ഞ ദിവസം സ്തോത്രം യേശു കർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കെട്ടിവച്ചതിനെ അവർ ശീലയിൽ പൊതിഞ്ഞു വെച്ച പയ്യന്മാർ കെട്ടുമായിരുന്നു. സ്തോത്രം കെട്ടിവച്ചതിനെ അരിവാൾ കൊണ്ട് അതിനെ അറുത്തപ്പോൾ ദൈവപുത്രന്റെ ശരീരത്തിലേക്ക് ജീവൻ മടങ്ങി വന്നു. ആ 10 കറ്റകളെ സ്തോത്രം അതെ മുറിച്ചെടുത്തിട്ട് അവർ പറയുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:20 പൗലോസ് പറയുന്നത്, ആദ്യ ഫലമായി അവൻ ഉയർത്തെഴുന്നേറ്റു. യെസ്, ഇവിടെ കതിർ മുറിച്ചെടുത്തപ്പോൾ കർത്താവ് സ്തോത്രം അത് പുറത്തേക്കിറങ്ങി. സ്തോത്രം, കർത്താവ് പുറത്തേക്കിറങ്ങി. അയ്യോ ബ്രദറെ, അതങ്ങനെയാണോ? സ്തോത്രം, കഴിഞ്ഞ ദിവസം ഞാൻ TV കണ്ടു. നമ്മുടെ കേരള മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കാറിൽ വരുന്നു. കാർ നിൽക്കുന്നു. അതെ, പോലീസുകാർ പോകുന്നു. പോലീസുകാർ ഓടിച്ചെന്ന് ആ ഡോർ തുറക്കുമ്പോൾ പിണറായി വിജയൻ സഖാവ്, നമ്മുടെ സ്തോത്ര മുഖ്യമന്ത്രി അതെ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ മിക്കവാറും ഈസ്റ്റർ സ്റ്റോറിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സ്തോത്രം ഉയർപ്പിൻ്റെ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ ആനിമേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ദൂതൻ ഇറങ്ങുന്നു, ഭൂമി കുലുക്കമുണ്ടാകുന്നു, സ്തോത്രം കല്ലുരുണ്ടി മാറുന്നു, കർത്താവ് പുറത്തു വരുന്നു. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. അവർ കതിർ മുറിച്ചെടുത്തു. ആര്? കയ്യഫാമും കൂട്ടരും കതിർ മുറിച്ചെടുത്തു. കതിർ മുറിച്ച് എടുത്ത് അവരിതാ കതിരിനെ കെട്ടി പുറത്തേക്ക് വരുമ്പോൾ സുനിൽ പാസ്റ്ററെ പഴയതുപോലെ ഒരു ഭൂമി കുലുക്കം ഒരിക്കൽ കൂടെ ഉണ്ടായി.
സ്തോത്രം. പഴയതുപോലെ ഷടാ ഇതെന്തോ ദിവസമാണ്. സ്തോത്രം. പണ്ട് ഇത് കെട്ടിയപ്പോൾ മെനിഞ്ഞാന്ന് കെട്ടിയപ്പോൾ ഒരു ഭൂമി കുലുക്കം, ഇപ്പോഴിതാ സ്തോത്രം അതെ ഇതിനെ അറുത്തെടുത്തപ്പോൾ ഒരു ഭൂമി കുലുക്കം. ഇപ്പോൾ ഭൂമി കുലുക്കം എന്തെന്നറിയോ? ആ സ്പെഷ്യൽ ദൂതൻ ഇറങ്ങിയപ്പോഴാണ്. ഹല്ലേലൂയ. പക്ഷേ ദൂതൻ ഇറങ്ങിയിട്ടല്ല കർത്താവ് കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എല്ലാവരും എഴുന്നേറ്റ് വന്നേ. ഞാൻ ഇങ്ങനെ നിങ്ങൾ ഇരുന്നാൽ ഇന്ന് 9:30 നമ്മൾ പോകത്തുള്ളൂ. സ്തോത്രം. അതെ, അതുകൊണ്ട് എഴുന്നേറ്റെ. തിരുവചനം പറയുന്നു അതെ കല്ലവിടെ ഉള്ളപ്പോൾ തന്നെ ആ മുദ്ര അവിടെ ഉള്ളപ്പോൾ തന്നെ, ആ കയറവിടെ കെട്ടിയിരുന്നപ്പോൾ തന്നെ, ആ പടയാളികൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ യഹൂദാ ഗോത്രത്തിലെ സിംഹം കല്ലറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്തോത്രം. അതവിടെ ഉള്ളപ്പോൾ തന്നെ. അർത്ഥം ഞാൻ പറയട്ടെ, ആരും തുറന്നു കൊടുത്തിട്ടല്ല കർത്താവ് പുറത്തിറങ്ങിയത്. ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ കർത്താവിന് പ്രവർത്തിപ്പാൻ ആരുടെയും ഹെൽപ്പ് വേണ്ട. ദൂതൻ ഇറങ്ങി കല്ല് തള്ളി മാറ്റിയപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ടല്ല കർത്താവ് പുറത്തേക്ക് ഇറങ്ങിയത്. ആ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്തിനാ ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടി മാറ്റിയത്? അതെ, ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാ. ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടതിന് വേണ്ടി. വന്ന് കാൺമിൻ എന്ന് സ്തോത്രം. അതേ ദൂതൻ പറഞ്ഞില്ലേ, പണ്ട് യോസെഫിൻ്റെ വസ്ത്രത്തെ ഉയർത്തി കാണിച്ചിട്ട് അവർ പറഞ്ഞു നിന്റെ സ്വപ്നക്കാരൻ യോസെഫ് മരിച്ചുപോയി. ഇപ്പോൾ ചിതറിക്കിടക്കുന്ന വസ്ത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് 2 ദൂതന്മാർ പറഞ്ഞു വന്ന് കാൺമിൻ. ഹീസ് നോട്ട് ഹിയർ, ഹി ഹാസ് റീസൺ ഫ്രം ദ ഡെഡ്. അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. കയ്യഫാവിലേക്ക് നോക്ക്. അവനതാ സ്തോത്രം ആ കറ്റയും കൊണ്ട് ആ ദേവാലയത്തിലേക്ക് പോയി. ആ കറ്റയെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് അടിച്ച് അതിനെ നീരാജനം ചെയ്തപ്പോൾ മണികൾ സ്തോത്രം ചെതറി വീണ്. അർത്ഥം ദൈവത്തിൻ്റെ കറ്റയാകുന്ന കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ വെച്ച് അടിക്കപ്പെട്ടപ്പോൾ അതേ മണികളായി ബാംഗ്ലൂരിൽ നിൽപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. യേശുവിൻ്റെ നാമത്തിൽ തിരുവചന പ്രകാരം മരിച്ചു, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു, തിരുവചന പ്രകാരം മരിച്ചു, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. കേട്ടതിനേക്കാൾ കേൾക്കാത്തത് അധികം, പറഞ്ഞതിനേക്കാൾ പറയാനുള്ളത് അധികം, പ്രാപിച്ചതിനേക്കാൾ പ്രാപിക്കാനുള്ളത് അധികം, ചെയ്യാനുള്ളതിനേക്കാൾ ചെയ്തതിനേക്കാൾ ചെയ്യാനുള്ളത് അധികം. ഒരിക്കൽ കൂടെ പറയട്ടെ, കേട്ടതിനേക്കാൾ കേൾക്കാനുള്ളത് അധികം, പ്രാപിച്ചതിനേക്കാൾ പ്രാപിക്കാനുള്ളത് അധികം, ഓടിയതിനേക്കാൾ ഓടാനുള്ളത് അധികം, അതേ ചെയ്തതിനേക്കാൾ ചെയ്യാനുള്ളത് അധികം. അതേ കർത്താവ് തിരുവചനം നിറവേറ്റിയതുപോലെ. Come on church. ഞാൻ വചനത്തിൽ നിൽക്കുക. വചനം നിറവേറ്. എത്ര ഒറ്റപ്പെട്ടാലും, എത്ര മരുഭൂമിയെങ്കിലും, എത്ര കണ്ണുനീരെങ്കിലും, എത്ര മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും, എത്ര തിന്മയെങ്കിലും ഞാൻ വചനത്തിൽ നിൽക്കുക. നീ വചനത്തിൽ നിൽക്കുമെങ്കിൽ നീ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. നിന്നെ ഉയർപ്പിപ്പാൻ ഒരു പരിശുദ്ധാത്മാവ്. കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസ്ത കർത്താവേ, നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്റെ ജനം നിൽക്കട്ടെ. ദൈവവചനത്തിൽ നിന്റെ ജനം ഓടട്ടെ. അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കട്ടെ. സ്പെഷ്യൽ വോയിസസ് ആയി കർത്താവ് പ്രയോജനപ്പെടുത്തിയാണ്ട് ഈ ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ, ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്നവരെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയാൻ അനുഗ്രഹിച്ച് ഒരു എൻഡ് ടൈം ഹാർവസ്റ്റിന് വേണ്ടി, ഒരു അന്ത്യകാല കൊയ്ത്തിന് വേണ്ടി അനുഗ്രഹിക്കുന്നു. ലോകരാജ്യങ്ങൾ സുവിശേഷീകരിക്കപ്പെടുമ്പോൾ, ലോകരാജ്യങ്ങളുടെ സുവിശേഷീകരണത്തിന് വേണ്ടി കാട്ടുതീ പോലെ, കൊടുങ്കാറ്റ് പോലെ നിന്റെ ജനത്തെ പ്രയോജനപ്പെടുത്തിയാട്ടെ. ലാവാപ്രവാഹങ്ങൾ പോലെ നിന്റെ ജനത്തെ അഭിഷേകം ചെയ്ത് പ്രയോജനപ്പെടുത്തിയാട്ടെ. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം ബഹുമാനം അങ്ങയ്ക്ക്. തിരുവചന പ്രകാരം ജീവിച്ച് അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് നിൽപ്പാൻ ഏവർക്കും കൃപ ചെയ്യും. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. 2 കരങ്ങളെ അടിച്ച ദൈവത്തെ